ഒരിക്കൽ മാത്രം. കെ സുധാകരൻ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും കോട്ടയം വഴി കണ്ണൂരിലേക്ക് പോകുന്ന 12082 നമ്പർ ജനശതാബ്ദി എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പാസഞ്ചേഴ്സ്, യുവർ അറ്റൻഷൻ പ്ലീസ്. അനൗൺസ്മെൻറ്റ് മുഴങ്ങിയപ്പോൾ ജയപ്രസാദ് അറിയാതെ വാച്ചിൽ നോക്കി. 2 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. വണ്ടി വിടാൻ ഇനി 2 മിനിറ്റുകൾ കൂടി മാത്രം. ഞായറാഴ്ചയായതുകൊണ്ടാവണം ട്രെയിനിൽ വലിയ തിരക്കില്ലായിരുന്നു. എതിരെയുള്ള 3 സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നു. രാവിലെ വഞ്ചിനാട് എക്സ്പ്രസ്സിലാണ് കോട്ടയത്തു നിന്ന് വന്നത്. കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ട്രഷറർ അരവിന്ദാഷിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. കിഴക്കേക്കോട്ടയിലുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ച് 11:30 മണിക്കായിരുന്നു മുഹൂർത്തം. തിരിച്ചു പോരാൻ ജനശതാബ്ദിയിലാണ് ടിക്കറ്റ് റിസർവ് ചെയ്തത്. കല്യാണത്തിൽ പങ്കെടുക്കാൻ ദേവസ്യയുടെ ഇന്നോവയിൽ കോട്ടയത്തു നിന്ന് ഒരു സംഘം പോകുന്നുണ്ടായിരുന്നു. അതിൽ കൂടാൻ ക്ഷണം കിട്ടിയതാണ്. പക്ഷേ ജയപ്രസാദ് ഒഴിഞ്ഞു. കാറിൽ വെച്ച് അവിടെ വരെ ആഘോഷമുണ്ടാവും. അയാൾക്ക് അതിലൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ട്രെയിൻ പുറപ്പെടാനുള്ള വിസിൽ മുഴങ്ങി. തൂവെള്ള ചുരിദാർ ധരിച്ച സുന്ദരിയായ ഒരു പെൺകുട്ടി ബോഗിയുടെ നമ്പർ നോക്കി പരിഭ്രമത്തോടെ പ്ലാറ്റ്ഫോമിലൂടെ തിടുക്കത്തിൽ നടക്കുന്നത് ജയപ്രസാദ് കണ്ടു. ആ കുട്ടിക്ക് ഏതെങ്കിലും ബോഗിയിൽ കയറിക്കൂടെ? അകത്ത് കയറി ആരോടെങ്കിലും ചോദിച്ചാൽ ബോഗി നമ്പറും സീറ്റ് നമ്പറും പറഞ്ഞു കൊടുക്കില്ലേ? സൈഡ് സീറ്റിലായിരുന്നെങ്കിലും അയാൾക്ക് പിന്നെ ആ പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ട്രെയിൻ നീങ്ങി തുടങ്ങിയിരുന്നു. ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറി എത്രയോ പേർ പ്ലാറ്റ്ഫോമിൻ്റെ വിടവിലൂടെ താഴെ ട്രാക്കിലേക്ക്. ബാക്കി ചിന്തിക്കാൻ അയാളുടെ മനസ്സ് അനുവദിച്ചില്ല. റെയിൽവേ ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയ മാസിക എടുത്ത് ജയപ്രസാദ് തുറന്നു. പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആരോ എതിർവശത്തുള്ള സീറ്റിൽ വന്നിരിക്കുന്നത് അയാൾ കണ്ടത്. മുഖമുയർത്തി നോക്കിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി. വെള്ള ചുരിദാർ ധരിച്ച ആ പെൺകുട്ടി. ഹാൻഡ് ബാഗ് മടിയിൽ വെച്ച് അവൾ സമാധാനത്തോടെ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ്. മുഖത്ത് ഇപ്പോൾ പരിഭ്രമമില്ല. ട്രെയിനിൻ്റെ കുലുക്കമനുസരിച്ച് അവളുടെ കാതുകളിലെ ഭംഗിയുള്ള സ്റ്റഡ് മെല്ലെ ആടുന്നുണ്ട്. അവളുടെ നെറ്റിയിലണിഞ്ഞ ചന്ദനക്കുറുക്കി താഴെ ഭസ്മത്തിൻ്റെ മാഞ്ഞു പോകാറായ ഒരു വരയുമുണ്ട്. വെള്ളക്കല്ല് പതിച്ച മൂക്കുത്തി ധരിച്ചിട്ടുണ്ട് അവൾ. മൂക്കുത്തിയാണ് അവൾക്ക് ആ പ്രത്യേക സൗന്ദര്യം നൽകുന്നതെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്ന് അയാളെ നോക്കി. പുരുഷന്മാർ തുറച്ചു നോക്കിയാൽ അത് കണ്ടുപിടിക്കാനുള്ള സവിശേഷമായ കഴിവ് സ്ത്രീകൾക്കുണ്ടെന്ന് ജയപ്രസാദിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് നോട്ടം വന്നു വീഴുന്നതെങ്കിലും അവർ തിരിച്ചറിയും. അവൾ നോക്കുന്നത് കണ്ട് അയാളൊന്ന് പുഞ്ചിരിച്ചു. ട്രെയിൻ വിടാറായപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ ഓടുന്നത് കണ്ടല്ലോ. ഞാൻ ലേറ്റായിട്ടാണ് സ്റ്റേഷനിൽ വന്നത്. ബോഗി നമ്പർ നോക്കി ഓടിയതാ. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ആദർശിന് അനുയോജ്യയായിരിക്കുമെന്ന് പെട്ടെന്ന് അയാൾക്ക് തോന്നി. ഏതെങ്കിലും ബോഗിയിൽ കയറിയാൽ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു, പക്ഷെ പിന്നെ തപ്പിപ്പിടിച്ച് നടക്കണ്ടേ? അത് നേരാ. വണ്ടി പേട്ട സ്റ്റേഷൻ കടന്നു. നെറ്റിയിലെ ചന്ദനക്കുറി കണ്ടിട്ട് ഹിന്ദു ആണെന്ന്. പിന്നെ ജാതി. ഇക്കാലത്ത് ജാതി മാറി കല്യാണം കഴിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൽ ഒരു തെറ്റുമില്ല. എവിടെയാണ് വീട്? കായംകുളം. ടൗണിലാണോ? അല്ല, അവിടുന്ന് കുറച്ച് കിഴക്കാ. 3-ാം കുറ്റി എന്ന് പറയും. 3-ാം കുറ്റി? അയാൾ ചിരിച്ചു. പണ്ടത്തെ അളവാണ്. കിഴക്കോട്ട് പോകുമ്പോൾ 1-ാമത്തെ മൈൽ കുറ്റി 1-ാം കുറ്റി, 2-ാമത്തെ മൈൽ കുറ്റി 2-ാം കുറ്റി. ഓ, മനസ്സിലായി. കോട്ടയത്തുമുണ്ട് ഇതുപോലെ. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. 14-ാം മൈൽ, 16-ാം മൈൽ എന്നൊക്കെയാണെന്നേ ഉള്ളൂ. 3-ാം കുറ്റിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, അവൾ പറഞ്ഞു. എന്താ അത്? കൗതുകത്തോടെ അയാൾ ചോദിച്ചു. കുറ്റിത്തെരുവ്. ആ പേര് നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ജയപ്രസാദിന് ഓർമ്മ വന്നു. അതിനടുത്ത് ഒരു ഓഡിറ്റോറിയം ഇല്ലേ? ഞാനിവിടെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. 1 അല്ല 2 ഓഡിറ്റോറിയമുണ്ട്. പേര് ഓർമ്മ വരുന്നില്ല. കഴിഞ്ഞ വർഷമാണ്. അതിനടുത്താണോ വീട്? അതെ. പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം അയാൾ ചോദിച്ചത്. എന്താണ് കുട്ടിയുടെ പേര്? സ്വാതി. നല്ല പേര്, അയാൾ മനസ്സിൽ പറഞ്ഞു. വണ്ടി പോകുന്ന അതേ ദിശയിലായിരുന്നു അവളുടെ സീറ്റ്. ജനാലയിലൂടെ കടന്നു വന്ന കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു. സ്വാതി എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നത്? സംസാരിക്കാൻ അവൾ മടിയൊന്നും കാണിക്കാതിരുന്നതിനാൽ അയാൾ ചോദിച്ചു. ഒരു ബാങ്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. എവിടെ വെച്ച്? ചാല ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു സെൻറ്റർ. കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നോ? കൊല്ലത്ത്. ക്ലറിക്കലോ അതോ? PO ആണ്. പ്രൊബോഷണറി ഓഫീസർ. വെരി ഗുഡ്. എന്തുവരെ പഠിച്ചു സ്വാതി? ബിടെക് കഴിഞ്ഞതാണ്. സോഫ്റ്റ്വെയറിലൊന്നും പോകാൻ താല്പര്യമില്ല. എൻ്റെ അനുജനും ബിടെക് കഴിഞ്ഞതാ. അവൻ സിവിലായിരുന്നു. അവൻ തനിച്ചാണ്. സർക്കാർ ജോലിയിലൊന്നും താല്പര്യമില്ല. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നിർമ്മാണ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറാണ്, അയാൾ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. എൻ്റെ ബ്രാഞ്ചും സിവിലായിരുന്നു. പെൺകുട്ടികൾക്ക് ഓഫീസ് ജോലിയാണ് നല്ലത്. അലച്ചിൽ ശരിയാവത്തില്ല. അപ്പോഴാണ് ജയപ്രസാദിൻ്റെ മൊബൈൽ ബെല്ലടിച്ചത്. എക്സ്ക്യൂസ് മീ. അയാൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കി. രേണുകയാണ് വിളിച്ചത്. രേണു. അയാൾ കോൾ എടുത്തു. എവിടെ എത്തി? അവൾ തിരക്കി. കഴക്കൂട്ടം കഴിഞ്ഞു. റൈറ്റ് ടൈമിന് വിട്ടു. 5 മണിക്ക് അങ്ങ് എത്തും. കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. കല്യാണത്തിന് മുമ്പേ സദ്യ തുടങ്ങിയിരുന്നു. പക്ഷേ 12:30 ഞാൻ കഴിച്ചത്. പെണ്ണിന് എത്ര പവനുണ്ടായിരുന്നു? അയാൾക്ക് ചിരി വന്നു. എൻ്റെ രേണു, അതൊന്നും എനിക്കറിയില്ല. വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ശരി. ട്രെയിൻ ഇറങ്ങിയിട്ട് ജയേട്ടൻ നേരെ ഇങ്ങ് വരത്തില്ലേ? വരും. വച്ചോ. അയാൾ കോൾ കട്ട് ചെയ്തു.
രേണുകയായിരുന്നു വൈഫ്, അയാൾ പറഞ്ഞു. മക്കൾ? സ്വാതി ചോദിച്ചു. മാരേജ് കഴിഞ്ഞ് 2 കൊല്ലമായി. ഇപ്പം പ്രഗ്നൻ്റ് ആണ്. 6 മാസം. ഓ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിക്കാൻ പറ്റിയ അവസരം ഇതാണ്. സ്വാതിക്ക് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. അവൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. എവിടെ? കായംകുളത്താണ്. അച്ഛനൊരു ഷോപ്പ് നടത്തുകയാണ്, സ്റ്റേഷനറി ഐറ്റംസ്. അമ്മ ഹൗസ് വൈഫാണ്. അത്ര വലിയ സമ്പന്നരൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഒരുപാട് സ്വത്തും പണവും? സൽസ്വഭാവമായിരിക്കണം, മാന്യമായി ജീവിക്കുന്ന കുടുംബമായിരിക്കണം. ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ മേൽവിലാസവും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കുന്നത് മര്യാദയല്ലല്ലോ, അതും ഒരു പെൺകുട്ടിയോട്. ഇപ്പോഴും സ്വാതി ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? ഉണ്ട്. അവിടുത്തെ നമ്പറൊന്നും തരാമോ? പരിചയത്തിലുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. ഓ, അതിനെന്താ, തരാം. അവൾ ബാഗ് തുറന്ന് മൊബൈലെടുത്ത് അതിൽ നിന്ന് 2-3 നമ്പറുകൾ പറഞ്ഞു കൊടുത്തു. ആ നമ്പറുകൾ അയാൾ സ്വന്തം മൊബൈലിൽ സേവ് ചെയ്തു. അത്യാവശ്യം വന്നാൽ അവിടെ ചെന്ന് അവളുടെ വിശദവിവരങ്ങൾ അന്വേഷിക്കാവുന്നതേയുള്ളൂ. തൽക്കാലം അവളൊന്നും അറിയുകയും വേണ്ട. വണ്ടി കൊല്ലത്തെത്തിയപ്പോൾ 2 സ്ത്രീകൾ കയറി സ്വാതിയുടെ അടുത്ത് വന്നിരുന്നു. ബാഗിൽ നിന്ന് സ്വാതി ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ ആരംഭിച്ചു. ജയപ്രസാദ് പിന്നെ അവളോട് സംസാരിക്കാൻ മുതിർന്നില്ല. ട്രെയിൻ കായംകുളം സ്റ്റേഷനിൽ എത്താറായപ്പോൾ ബുക്ക് വീണ്ടും ബാഗിലാക്കിയിട്ട് അവൾ എഴുന്നേറ്റു. എനിക്ക് ഇറങ്ങാറായി, പുഞ്ചിരിയോടെ അവൾ അയാളോട് പറഞ്ഞു. ശരി, എവിടെ വെച്ചെങ്കിലും ഇനിയും കാണാം, അയാൾ പറഞ്ഞു. സ്വാതി മെല്ലെ വാതിൽക്കിലേക്ക് നടന്നു. വേറെയും യാത്രക്കാർ ആ സ്റ്റേഷനിൽ ഇറങ്ങാനുണ്ടായിരുന്നു. വണ്ടി നിന്നപ്പോൾ അവൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. സ്റ്റേഷന് വെളിയിൽ മെയിൻ റോഡിലേക്ക് നടക്കുമ്പോഴാണ് ബാഗിൽ അവളുടെ മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ ശ്യാമാണ്. അവൾ ഉടൻ കോൾ എടുത്തു. ശ്യാമേട്ടാ, നീ എവിടെയാണ്? ഞാനിതാ കായംകുളത്ത് വന്ന് ട്രെയിൻ ഇറങ്ങി റോഡിലേക്ക് നടക്കുവാണ്. ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കറക്കി കുത്തി ഒരു വിധത്തിൽ 110 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എടി പെണ്ണേ, നെഗറ്റീവ് മാർക്കുള്ളതാ, അത് മറന്നോ നീ? ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണമല്ലേ എൻ്റെ ചേട്ടാ. അടിച്ചാൽ അടിച്ചു, നേരത്തെ 3 എണ്ണം അറ്റൻഡ് ചെയ്തതല്ലേ, ഏതെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല. ആട്ടെ, ഇന്ന് സൺഡേ ആയിട്ട് എവിടെയാണ്? റൂമിലാണ്. ഊണ് കഴിച്ചിട്ട് വന്ന് ഒന്ന് ഉറങ്ങി, അല്ലെങ്കിൽ ഇതിൽ നേരത്തെ തന്നെ വിളിച്ചാനെ. നാഷണലൈസ്ഡ് ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറാണ് ശ്യാംകുമാർ. വീട് കോഴഞ്ചേരിയിൽ. ഇപ്പോൾ ആലുവ ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. ലോഡ്ജിലാണ് താമസം. ബാങ്ക് കോച്ചിങ് സെൻറ്റർ. സ്വാതിയുടെ സീനിയർ ബാച്ചായിരുന്നു ശ്യാംകുമാർ. അവൾ അവിടെ കോഴ്സിന് ചേരുമ്പോൾ അയാൾ അവിടെയുണ്ട്. അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടത്. ഒന്നിച്ചുള്ള ട്രെയിൻ യാത്രയിൽ അവർ കൂടുതൽ അടുത്തു. കൊല്ലത്ത് പോകാൻ തിരുവല്ലയിൽ നിന്ന് അയാൾ ട്രെയിനിൽ കയറും. അവൾ കായംകുളത്ത് നിന്നും. തിരിച്ചും ഒരേ ട്രെയിനിലാണ് വരവ്. 6 മാസം മുമ്പാണ് ശ്യാമിന് ജോലി കിട്ടി ആലുവയിൽ പോയത്. നീ ഏത് വണ്ടിക്കാണ് വന്നത്? അയാൾ ചോദിച്ചു. ജനശതാബ്ദി. ട്രെയിനിൽ വെച്ച് ഒരു രസമുണ്ടായി. ഒരാൾ എൻ്റെ ജാതകം ഒഴിച്ച് സകല ഡീറ്റെയിൽസും ചോദിച്ചു. ആര്? പെട്ടെന്ന് ശ്യാമിൻ്റെ സ്വരം കനത്തു. ശ്യാമേട്ട പേടിക്കണ്ട, ആൾ കല്യാണം കഴിച്ചതാ, അവൾ സമാധാനിപ്പിച്ചു. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ കാണുമ്പോൾ കല്യാണം കഴിച്ചവന്മാർക്ക് ഇളക്കം വരും. ആട്ടെ, അവൻ ഫോൺ നമ്പർ ചോദിച്ചോ? ചോദിച്ചു. നീ കൊടുത്തോ? കൊടുത്തു. എടി പൊട്ടി, നീ ഇത്ര വിവരമില്ലാത്തവളായിപ്പോയല്ലോ. നോക്കിക്കോ, ഇന്ന് രാത്രിയിൽ അവൻ നിന്നെ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. നീ അനുഭവിക്കാൻ പോവുക. സ്വാതി പൊട്ടിച്ചിരിച്ചു. എൻ്റെ ശ്യാമേട്ടാ, അയാൾ ചോദിച്ചത് കോച്ചിങ് സെൻറ്ററിൻ്റെ നമ്പറാണ്. അയാളുടെ ബന്ധത്തിലുള്ള ആരെയെങ്കിലും ബാങ്ക് കോച്ചിങ്ങിന് വിടാനായിരിക്കും. എന്നാലും നീ സൂക്ഷിക്കണം പെണ്ണേ, ഒരവന്മാരെയും വിശ്വസിക്കരുത്. ശ്യാമേട്ടാ, നമ്മുടെ മാരേജിന് കല്യാണപ്പുടവ് തരുമ്പം വേറൊരു സാധനം കൂടി തരണേ. എന്താണ്? ഒരു ജോഡി പർദ്ദ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഞാനത് ഇട്ടോളാം. അല്ലെങ്കിൽ ഏതെങ്കിലും ആണുങ്ങളെല്ലാം നോക്കിയാൽ പാവങ്ങളെ ശ്യാമേട്ടൻ അടിച്ചു കൊല്ലും. അവൾ കളിയാക്കി. പൊടി. അയാൾക്ക് ദേഷ്യം വന്നു. അവൾ നടന്നു മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് നൂറിനാട് ബസ് വരുന്നത് കണ്ടത്. ബസ് വരുന്നുണ്ട്, വച്ചോ, പിന്നെ വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് സ്വാതി ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ട്രെയിൻ കോട്ടയത്ത് എത്തിയപ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ എടുത്ത് ജയപ്രസാദ് വാരിശ്ശേരിയിലേക്ക് പോയി. ജയപ്രസാദിൻ്റെ അച്ഛൻ രാമദാസ് സർവീസിലിരിക്കുമ്പോഴാണ് വാരിശ്ശേരിയിൽ 30 സെൻറ്റ് സ്ഥലം വാങ്ങി വലിയ ഒരു 2 നില വീട് വെച്ചത്. ഇടയാറുമുളയിലുള്ള തൻ്റെ തറവാടിൻ്റെ പേരായ കാവുങ്കൽ ഹൗസ് എന്ന് വീടിന് പേരുമിട്ടു. ഭാര്യ സുലോചനയ്ക്ക് അതിൽ എതിർപ്പുമില്ലായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്ന രാംദാസ് 2 കൊല്ലം മുമ്പ് സർക്കിൾ ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്തു. കുറച്ചുനാൾ സസ്പെൻഷനിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ DYSP ആയിട്ട് റിട്ടയർ ചെയ്യാമായിരുന്നു. നിയമബിരുദം പണ്ടേ എടുത്തിട്ടുള്ളതിനാൽ ഇപ്പോൾ വക്കീലായി ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ജയപ്രസാദ് വീട്ടിൽ ചെന്നപ്പോൾ ആദർശിൻ്റെ കാർ മുറ്റത്തില്ല. അച്ഛൻ്റെ കാർ മാത്രമുണ്ട്. ഞായറാഴ്ചയായിട്ട് അവനിതെവിടെ പോയി? രേണുകയാണ് വന്ന് വാതിൽ തുറന്നത്. ആദർശ് എവിടെ? ഏതോ ഫ്രണ്ട് സുഖമില്ലാതെ കാരിത്താസിൽ കിടക്കുന്നു, കാണാൻ പോവാണെന്ന് പറഞ്ഞത്. ചായ വേണോ? വേണം. ജയപ്രസാദ് വേഷം മാറ്റി വന്നപ്പോഴേക്കും രേണുക ചായ ഉണ്ടാക്കി ഊണുമുറിയിലേക്ക് കൊണ്ടുവന്നു. അവളുടെ വയർ കണ്ടാൽ 6 മാസമല്ല 8 മാസമായെന്ന് തോന്നും. ചായ കുടിച്ചുകൊണ്ടാണ് അയാൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത്. ഞാനിന്ന് ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. ആദർശിന് നല്ല ചേർച്ചയായിരിക്കും. അവളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, കൂട്ടത്തിൽ ജയപ്രസാദ് പറഞ്ഞു. എന്നാൽ എത്രയും വേഗം കല്യാണം നടത്തണേ, അല്ലെങ്കിൽ ഈ വലിയ വയറും വെച്ച് എനിക്ക് വയ്യ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഡെലിവറി കഴിഞ്ഞാലും 3-4 മാസം കഴിയാതെ
രേണുക ആഗ്രഹം പ്രകടിപ്പിച്ചു. എല്ലാം ഒത്തുവന്നാൽ ഏറിയാൽ 2 മാസം നമുക്ക് ശരിയാക്കാമെന്നേ. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ വിഷയം അവതരിപ്പിച്ചാൽ മതിയെന്ന് രണ്ടുപേരും കൂടി തീരുമാനിച്ചു. ആ സമയത്ത് അച്ഛനും അമ്മയും ആദർശും കാണും. അപ്പോൾ പ്രത്യേകമായി ഓരോരുത്തരോട് പറയേണ്ടി വരില്ല. 6 മണിയായപ്പോൾ രാമദാസും സുലോചനയും കൂടി ടൗണിലേക്ക് പോയി. തിരുനക്കരെ അമ്പലത്തിൽ ദീപാരാധന അവർ കഴിയുന്നതും ഒരു ദിവസം പോലും മുടക്കാറില്ല. തൊഴുത് പ്രസാദം വാങ്ങിയിട്ടേ വരൂ. സന്ധ്യയ്ക്ക് മുമ്പ് ആദർശ് തിരിച്ചെത്തി. സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. പതിവ് പോലെ രാത്രി 8 മണിയായപ്പോൾ എല്ലാവരും ഓണമുറിയിൽ ഹാജരായി. രാമദാസിനും സുലോചനയ്ക്കും അത്താഴത്തിന് ചമ്പാവരി കഞ്ഞിയും വൻപയർ തോരനുമാണ് പ്രിയം. ജയപ്രസാദിനും ആദർശിനും രേണുകയ്ക്കും ചപ്പാത്തിയും. പക്ഷേ ഉച്ചയ്ക്ക് വെച്ച ചോറ് അധികം വന്നിട്ടുണ്ടെങ്കിൽ ആദർശ് അത് വാങ്ങി രാത്രിയിലും ഉണ്ണും. ജയപ്രസാദ് സൂത്രത്തിൽ വിഷയം അവതരിപ്പിച്ചു. അമ്മേ, അടുത്ത മാസത്തിലല്ലേ ആദർശിൻ്റെ പിറന്നാൾ? അതെ, മിഥുനത്തിലെ കാർത്തിക, സുലോചന പെട്ടെന്ന് പറഞ്ഞു. ഇവന് 27 തികയുകയാ. ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ മതിയോ? ജയപ്രസാദ് ചോദിച്ചതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി. അത് ഞാൻ പറയാനിരിക്കുമായിരുന്നു ജയ. പത്രത്തിൽ ഒരു വിവാഹ പരസ്യം കൊടുക്കണം. ഇപ്പോഴേ നമ്മൾ ശ്രമിച്ചാലേ അടുത്ത കൊല്ലത്തിലെങ്കിലും. അതുവരെ നീട്ടണോ അമ്മേ? എൻ്റെ പ്രസവത്തിന് മുമ്പ്. അതായിരിക്കും എല്ലാവർക്കും സൗകര്യം, രേണുക ഇടയ്ക്ക് കയറി പറഞ്ഞു. ആദർശ് എല്ലാം കേട്ട് നിശബ്ദനായി ഭക്ഷണം കഴിച്ചു. ഇൻ്റർനെറ്റിൽ ഒരു മാരേജ് സൈറ്റ് ഇല്ലയോ? അതിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ ചോയ്സ് കിട്ടും, രാമദാസ് പറഞ്ഞു. ഒന്നല്ലച്ചാ, പല സൈറ്റുകളും ഉണ്ട്. ഞാനിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പം ട്രെയിനിൽ വെച്ച ഒരു കുട്ടിയെ കണ്ടു. ഇവന് നല്ല ചർച്ചയായിരിക്കുമെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. മുക്കിത്തീട്ട ഒരു കുട്ടിയാ. എനിക്ക് അന്നേരം അമ്മയെയാ ഓർമ്മ വന്നത്. സുലോചനയ്ക്ക് കൊണ്ട് മൂക്കുത്തി. അത് കേട്ടപ്പോൾ അവർക്ക് ഉത്സാഹമായി. എവിടാണ് അതിൻ്റെ വീട്? നീ പരിചയപ്പെട്ടോ? ഞാൻ സംസാരിച്ചമ്മേ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാങ്ക് ടെസ്റ്റിൻ്റെ കോച്ചിങ്ങും പോയിക്കൊണ്ടിരിക്കുക. 2-3 ടെസ്റ്റ് എഴുതിയിട്ടുമുണ്ട്. ഇവനും എഞ്ചിനീയറല്ലോ, അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. രാമദാസിന് തൃപ്തിയായി. 3-ാം കുറ്റിയിലെ വീട്. അച്ഛനൊരു ഷോപ്പുണ്ട്. വലിയ സാമ്പത്തികമൊന്നും കാണത്തില്ലെന്നാണ് തോന്നുന്നത്. എന്താണ് അവളുടെ അച്ഛൻ്റെ പേര്? രാമദാസ് ചോദിച്ചു. ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ല അച്ഛാ. ഞാനതൊന്നും ചോദിച്ചില്ല. കായംകുളം സ്റ്റേഷനിൽ SI ആയിട്ട് ഞാൻ കുറേ നാൾ ഇരുന്നതല്ലേ. പേരറിയാമായിരുന്നെങ്കിൽ നാളെ തന്നെ സകല വിവരം അന്വേഷിക്കാമായിരുന്നു. ഒന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല അച്ഛാ. സാധ്യ എന്ന ആ കുട്ടിയുടെ പേര്. ഇത്രയും കേട്ടിട്ട് ഇവനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആദർശിനെ നോക്കി ജയപ്രസാദ് ചോദിച്ചു. സ്വന്തം കാലിൽ നിന്നിട്ട് പോരായോ കല്യാണമൊക്കെ? എല്ലാവരോടുമായി അപ്പോൾ ആദർശ് ചോദിച്ചു. കേരളത്തിലെ നമ്പർ 1 കമ്പനികളിലൊന്നാ കൊച്ചിൻ ബിൽഡേഴ്സ്. അവിടുത്തെ സൈറ്റ് എഞ്ചിനീയറല്ലേ നീ? അതോ ഇനി സ്വന്തമായിട്ട് കമ്പനി തുടങ്ങിയിട്ട് മതി കല്യാണമെന്നാണോ? അല്പം ഒരു പരിഹാസത്തോടെ രാമദാസ് ചോദിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് ആദർശ് എഴുന്നേറ്റ് പോയി. മുകളിലത്തെ നിലയിലായിരുന്നു അയാളുടെ മുറി. അവിടെ ചെന്ന് അയാൾ മൊബൈൽ എടുത്ത് ഗാഥയെ വിളിച്ചു. ആദർശ്, അവൾ കോൾ എടുത്തു. നീ ഭക്ഷണം കഴിച്ചോ? അയാൾ ചോദിച്ചു. 7:30 ഇവിടുത്തെ സപ്പറിൻ്റെ സമയം. കലൂരുള്ള ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് ഗാഥ താമസിക്കുന്നത്. ജോലി ചെയ്യുന്നത് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ബ്രാഞ്ചിലും. ഞാൻ നാളെ എറണാകുളത്ത് വരുന്നുണ്ട്. കാണണം. ഒരു അത്യാവശ്യകാര്യം സംസാരിക്കാനാണ്, അയാൾ പറഞ്ഞു. എന്ത് അത്യാവശ്യകാര്യം? അവളുടെ സ്വരത്തിൽ ഉത്കണ്ഠ വിട്ടായിരുന്നു. അത് നാളെ പറയാം. പ്ലീസ് സസ്പെൻസ് ഇടാതെ. എനിക്കിനി ഉറങ്ങാൻ പറ്റത്തില്ല, അവൾ അപേക്ഷിച്ചു. കല്യാണക്കാര്യമാണ്. ആരുടെ? നമ്മുടെ. അല്ലാതെ നാട്ടുകാരുടെ കല്യാണകാര്യത്തെക്കുറിച്ച് നമ്മളെന്തിനും സംസാരിക്കണം? എന്താ ഇപ്പോൾ പെട്ടെന്ന്? നാളെ എല്ലാം പറയാം. വേറെ വല്ല ആലോചനയും വന്നോ? അവൾ സംശയിച്ചു. എവിടെ നിന്നാണ്? എന്നാൽ എല്ലാം ഫോണിലൂടെ പറഞ്ഞേക്കാം. അപ്പോൾ നാളെ എനിക്ക് അങ്ങോട്ട് വരാതെ കഴിക്കാമല്ലോ. അയാൾക്ക് അരിശം വന്നു. അയ്യോ വരണം, എനിക്ക് കാണണം. നാളെ എല്ലാം പറഞ്ഞാൽ മതി. നമുക്കൊന്നിച്ച് ലഞ്ച് കഴിക്കാം. 2 മണിയാകുമ്പോൾ ഞാൻ വീനസിൽ കാണും. അവളുടെ ബ്രാഞ്ചിനടുത്തുള്ള ഭേദപ്പെട്ട ഒരു ഹോട്ടലാണ് വീനസ്. പ്രവൃത്തി ദിവസങ്ങളിൽ അവർ അവിടെ വെച്ചാണ് കണ്ടുമുട്ടാറുള്ളത്. അതായിരുന്നു അവൾക്ക് സൗകര്യവും. ഉച്ചയ്ക്ക് അരമണിക്കൂറാണ് ഭക്ഷണ സമയം. കിടന്നിട്ട് അന്ന് ആദർശിനെ പെട്ടെന്നൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഗാഥയെക്കുറിച്ചായിരുന്നു അയാളുടെ ചിന്ത. 1 കൊല്ലം മുമ്പാണ് അയാൾ ഗാഥയെ പരിചയപ്പെട്ടത്. കൊച്ചിൻ ബിൽഡേഴ്സിൽ തന്നെ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന മുംതാസ് അലിയുടെ റൂംമേറ്റായിരുന്നു അവൾ. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ മുംതാസ് പറഞ്ഞാണ് അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. മുംതാസിനെ കൊണ്ടുവിടാൻ കമ്പനി കാറിൽ പലതവണ ഹോസ്റ്റലിൽ പോയിട്ടുണ്ട്. 4-5 തവണ അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുകയും ചെയ്തു. വളരെ പണ്ടേ ഗാഥയുടെ അച്ഛൻ മരിച്ചുപോയി. അമ്മയും അപർണ എന്ന അനിയത്തിയുമുണ്ട്. അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്തിരുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ അമ്മയ്ക്ക് പകരം ജോലി കിട്ടി. ഗാഥയോട് തോന്നിയ ഇഷ്ടം ഒരു ദിവസം തുറന്നു പറയുകയും ചെയ്തു. അവൾ പക്ഷേ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. വെറുതെ സ്നേഹിച്ച് നടക്കാൻ ഞാനില്ല. ഒരാളെ സ്നേഹിച്ചാൽ അയാളോടൊപ്പം ജീവിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറൊരാളെ സ്വീകരിക്കാനും പറ്റില്ല. നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പക്ഷേ അയാൾ വിടാതെ പിടികൂടി. നേരമ്പോക്കിന് വേണ്ടിയുള്ള സ്നേഹമല്ല അയാളുടേതെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അണക്കെട്ടി തെളിഞ്ഞു നിർത്തിയിരുന്ന സ്നേഹം മുഴുവൻ അവൾ അയാളിലേക്ക് ഒഴുക്കിവിട്ടു. ഇനി ആദർശിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഗാഥ എന്ന ഈ പെണ്ണ് ഭൂമിയിൽ കാണുകയില്ല. ഒരിക്കൽ അവൾ പറഞ്ഞു. നമ്മളെ വേർപ്പെടുത്താൻ മനുഷ്യർക്ക് ആർക്കും കഴിയില്ല പെണ്ണെ. ചിലപ്പോൾ വിധി, അതും നമുക്കറിയില്ലല്ലോ. അയാൾ ഉറപ്പ് കൊടുത്തു. എറണാകുളത്തും ആലപ്പുഴയിലും കോട്ടയത്തും ചിലപ്പോഴൊക്കെ കൊച്ചിൻ ബിൽഡേഴ്സ് ഫ്ലാറ്റുകൾ പണിയുന്നുണ്ടായിരുന്നു.
ആഴ്ചയിലൊരിക്കലെങ്കിലും അയാൾക്ക് എറണാകുളത്ത് പോകാതിരിക്കാൻ പറ്റില്ല. അന്ന് നിശ്ചയമായും ഗാഥയെ കാണുമായിരുന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് വീനസ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ആദർശ് എത്തി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗാഥയും വന്നു. നല്ല ശരീരവടിവുള്ള സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ഗാഥ. അമ്മയുടെ സൗന്ദര്യമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അവൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അമ്മ യമുനയും അനുജത്തി അപർണയും അവളും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഗാഥ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. 3 പേരും ചേട്ടത്തി അനിയത്തിമാരാണെന്ന് കണ്ടാൽ തോന്നും. ആദർശിൻ്റെ മേശയ്ക്ക് എതിർവശത്തുള്ള കസേരയിൽ ഗാഥ ഇരുന്നു. പതിവ് പോലെ 2 വെജിറ്റേറിയൻ മീൽസിന് അയാൾ ഓർഡർ നൽകി. ഇതുവരെ നിന്നെക്കുറിച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഇനി പറയാതെ പറ്റില്ല, അയാൾ ആമുഖമായി പറഞ്ഞു. ഞാനും അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. നിൻ്റെ അമ്മ എതിർപ്പ് പറയുമോ? ഇല്ല, പക്ഷേ അവൾ ഭയത്തോടെ അയാളെ നോക്കി. നീ എന്തിനാ പേടിക്കുന്നേ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ ഇഷ്ടപ്പെടും, അതെനിക്കുറപ്പാ. അതല്ല ആദർശ്, ഞങ്ങളെക്കുറിച്ച് ഞാനിതുവരെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങൾ? പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു അയാളുടെ മുഖത്ത്. ഗാഥ മെല്ലെ തല കുനിച്ചു. ഗാഥ, ആദർശ് വിളിച്ചു. അവൾ മെല്ലെ മുഖമുയർത്തി അയാളെ നോക്കി. അവളുടെ കണ്ണുകളിൽ നേരത്തെ ഭയമോ ആശങ്കയോ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് കാര്യങ്ങളാ പറഞ്ഞിട്ടില്ലാത്തത്? എൻ്റെ കുടുംബത്തെക്കുറിച്ച് ആദർശിന് എന്തൊക്കെ അറിയാം? ആമുഖമായി അവൾ ചോദിച്ചു. അമ്മ വില്ലേജ് ഓഫീസർ, അനിയത്തി ഡിഗ്രിക്ക് പഠിക്കുന്നു, അച്ഛൻ ദുബായ് ഗവൺമെൻറ് സർവീസിൽ, വീട് ശൂരനാട്. എന്താ ശരിയല്ലേ? അല്ല, ചില തിരുത്തലുകൾ വേണ്ടിവരും. അയാൾ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അച്ഛനില്ല. അച്ഛൻ ദുബായിലാണെന്നും പേര് രാധാകൃഷ്ണൻ എന്നുമാണ് ഒരിക്കൽ എന്നോട് നീ പറഞ്ഞത്. എൻ്റെ ഇളയച്ഛനാണ്, ശരിക്ക് പറഞ്ഞാൽ രണ്ടാനച്ഛൻ, അതായത് അപർണയുടെ അച്ഛൻ, ഗാഥ വെളിപ്പെടുത്തി. അപ്പോൾ നിൻ്റെ അച്ഛൻ? ഉത്കണ്ഠയോടെ ആദർശ് ചോദിച്ചു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛൻ്റേത് സാധാരണ മരണമായിരുന്നില്ല, പിന്നെ കൊലപാതകമായിരുന്നു. അയാളൊന്ന് ഞെട്ടി. എങ്ങനെ സംഭവിച്ചത്? ഇലക്ട്രിസിറ്റി ബോർഡിൽ വിജിലൻസിലായിരുന്നു അച്ഛന് ജോലി. അച്ഛൻ മരിച്ചപ്പോൾ ഡൈയിങ് ഇൻ ഹാർനസ് പ്രകാരമാണ് അമ്മയ്ക്ക് ജോലി കിട്ടിയത്. അച്ഛൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിവിട്ട് ആർക്കും ഒരു സഹായവും ചെയ്തിരുന്നില്ല. വെയിറ്റർ 2 താലി മിൽസുമായി വന്നു 2 പേരെയും മുന്നിൽ വെച്ചു. അതുകൊണ്ട് തന്നെ അച്ഛന് ശത്രുക്കളും ഉണ്ടായി. ഒരു ദിവസം ഓഫീസിൽ പോയ അച്ഛൻ തിരിച്ചു വന്നില്ല. പിറ്റേന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് അച്ഛൻ്റെ ബോഡി കിട്ടി, 2 കഷ്ണമായിട്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ്, മരിച്ച ശേഷമാണ് ബോഡി ട്രാക്കിൽ കൊണ്ടു ചെന്നിട്ടതെന്ന് മനസ്സിലായത്. അന്വേഷണം നടന്നില്ലേ? അതൊക്കെ നടന്നു. പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ അത് തേഞ്ഞു മാഞ്ഞു പോയി. 2 പേരും ഒരു നിമിഷം നിശബ്ദരായിരുന്നു. കഴിക്ക്, നിനക്ക് 2:30 ഓഫീസിൽ ചെല്ലണ്ടേ? അയാൾ ഓർമ്മിപ്പിച്ചു. അവർ ഊണ് കഴിക്കാൻ ആരംഭിച്ചു. ആദർശിൻ്റെ അച്ഛൻ വക്കീലല്ലേ? കാണുമ്പോൾ അച്ഛനെക്കുറിച്ചൊക്കെ വിശദമായി ചോദിച്ചെന്നിരിക്കും. നുണ പറഞ്ഞാൽ മനസ്സിലാക്കാതിരിക്കില്ല, അതുകൊണ്ടാണ് അച്ഛൻ വക്കീലാണെന്ന് അയാൾ ഗാഥയോട് പറഞ്ഞിരിക്കുന്നത്. അവളെ പരിചയപ്പെടുമ്പോൾ അച്ഛൻ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുകയാണല്ലോ. എൻ്റെ അച്ഛൻ മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, അയാൾ പറഞ്ഞു. അവൾ പെട്ടെന്ന് തലയുയർത്തി നോക്കി. സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷമാണ് കോടതിയിൽ പോയി തുടങ്ങിയത്. അയ്യോ, പോലീസാണെന്ന് ഞാൻ അമ്മയോട് പറയത്തില്ല. അമ്മയ്ക്ക് പേടിയാ പോലീസിനെ. അച്ഛൻ്റെ മരണത്തിന് ശേഷം അവർ അമ്മയെ ചോദ്യം ചെയ്തത് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വക്കീലാണെന്ന് പറഞ്ഞാലും എപ്പോഴെങ്കിലും സത്യം അറിയില്ലേ? പക്ഷേ അപ്പോഴേക്ക് കല്യാണം കഴിയുമല്ലോ. സർക്കിൾ ഇൻസ്പെക്ടർ മോനാണ് ആദർശ് എന്നറിഞ്ഞാൽ ചിലപ്പോൾ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ അമ്മ? അവൾ ഭയന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ പറയും ഗാഥ മോൾക്ക് ആദർശമാനല്ലാതെ വേറെ ആരും വേണ്ടെന്ന്. അയാൾ ഒരു തമാശ പറയാൻ ശ്രമിച്ചു. അത്രയ്ക്ക് സുന്ദരനാണെന്നാണോ ഇദ്ദേഹത്തിൻ്റെ വിചാരം? അവൾ ചിരിച്ചു. സൗന്ദര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ലെന്ന് എനിക്കറിയാം. സൗന്ദര്യം മാത്രമല്ലല്ലോ ഒരാളുടെ നമുക്ക് ഇഷ്ടം തോന്നാൻ കാരണമാകുന്നത്. സ്വഭാവത്തിനും പെരുമാറ്റത്തിനും പ്രാധാന്യമുണ്ട്. ആദർശ്, ഒരു ദിവസം വീട്ടിലേക്ക് വാ, അമ്മയെ പരിചയപ്പെടാമല്ലോ. ഞാൻ വരാം, എല്ലാവരെയും പരിചയപ്പെടണം. ഇനി അധികം നീട്ടിവെച്ചാൽ പറ്റില്ല. അടുത്ത സൺഡേ നീ വീട്ടിൽ പോകുന്നുണ്ടോ? എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലുമാണ് ഞാൻ പോകാറുള്ളത്. ആദർശ് വരുമെങ്കിൽ വരുന്ന സൺഡേ ഞാൻ വീട്ടിൽ കാണും. ശൂരനാട് എവിടെയാണ് വീട്? വായനശാല ജംഗ്ഷനിൽ വന്നിട്ട് ആവണിപ്പറമ്പിൽ യമുനാദേവിയുടെ വീട് ചോദിച്ചാൽ മതി. റോഡ് സൈഡിലാണ്. പണ്ടേ നിങ്ങൾ അവിടെയാണോ താമസം? അച്ഛൻ്റെ വീട് ചേർത്തലയായിരുന്നു, അമ്മയുടേത് റാന്നിയിലും. ഇത് അപർണയുടെ അച്ഛൻ്റെ വീടാണ്. അദ്ദേഹം നാട്ടിലേക്ക് വരുമോ ഉടനെ എങ്ങാനും? കല്യാണമുണ്ടെങ്കിൽ വരും. അവർ ഊണ് കഴിച്ച് എഴുന്നേറ്റു. ആദർശ് ഇനി എങ്ങോട്ടാണ്? ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഗാഥ ചോദിച്ചു. സൈറ്റിലേക്ക് പോകണം. വാ, നിന്നെ ഓഫീസിൽ വിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. 2 മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ. എങ്കിൽ ഞാനും വരാം അവിടെ വരെ. വേണ്ടെന്ന് അവൾ പറഞ്ഞില്ല. ഫുട്പാത്തിലൂടെ അവർ മെല്ലെ നടന്നു. അല്ലെങ്കിൽ ഈ സൺഡേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല ഗാഥ. വീണ്ടും വിചാരമുണ്ടായതുപോലെ അയാൾക്ക് പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? മനസ്സിലാകാതെ അവൾ ചോദിച്ചു. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അച്ഛനത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. വെറുതെ ഒരു ദുർവ്യാഖ്യാനം ഉണ്ടാക്കണ്ട. അത് ശരിയാണെന്ന് അവൾക്കും തോന്നി. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഉത്തരവാദിത്തമുള്ളവർ തമ്മിൽ കണ്ടു സംസാരിക്കട്ടെ. എങ്കിൽ ഞാൻ ഈ ആഴ്ച വീട്ടിലേക്ക് പോകുന്നില്ല. എന്നാലും വീട്ടിലൊരു സൂചന കൊടുത്തേക്ക്, അല്ലെങ്കിൽ എല്ലാം നീ ഒളിച്ചു വെച്ചെന്ന് അമ്മ വിചാരിക്കും, അയാൾ ഉപദേശിച്ചു. ദിവസവും രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. നാളെയോ മറ്റന്നാളോ
ഒന്ന് ഹിൻഡ് കൊടുത്തേക്കാം. എന്നായാലും എല്ലാവരും എല്ലാം അറിയാനുള്ളതല്ലേ. ഗാഥ ജോലി ചെയ്യുന്ന ബ്രാഞ്ചിനടുത്ത് അവർ എത്തി. ഞാനെന്നാൽ കയറിക്കോട്ടെ, അവൾ ചോദിച്ചു. നീ ചെല്ല്. രണ്ടാമത്തെ നിലയിലായിരുന്നു ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ബ്രാഞ്ച്. സ്റ്റെയർ കേസ് കയറി അവൾ മുകളിലേക്ക് ചെന്നു. ഗാഥ ചെന്നപ്പോൾ സമയം 2:30. കാഷ് കൗണ്ടറിലായിരുന്നു അവൾക്ക് ഡ്യൂട്ടി. പുള്ളിക്കാരെ പോയോ? ഫൗസിയ ചോദിച്ചു. അവൾ മൂളി. സീനിയർ അസിസ്റ്റൻ്റായിരുന്നു ഫൗസിയ. വർക്ക് വിമൻസ് ഹോസ്റ്റലിൽ അവളുടെ റൂംമേറ്റും കൂട്ടുകാരിയുമാണ്. അവളോട് പറഞ്ഞിട്ടാണ് ഗാഥ ലഞ്ച് കഴിക്കാൻ പോയത്. പക്ഷേ ഇന്ന് ഗാഥയുടെ മുഖത്ത് പതിവ് സന്തോഷമില്ലല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഫൗസിയയുടെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. അന്നു ലേലമുള്ള ദിവസമായിരുന്നതിനാൽ ചിട്ടിയുടെ തവണ അടയ്ക്കാൻ കുറേ പേർ കൗണ്ടറിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സംസാരിക്കാം. ഗാഥ കാഷ് കൗണ്ടറിലേക്ക് പോയി. ഫൗസിയ വിവാഹിതയും 3 വയസ്സുള്ള ഒരു മകളുടെ ഉമ്മയുമാണ്. മുണ്ടക്കയത്താണ് വീട്. ദിവസവും എറണാകുളത്ത് വന്നിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഹോസ്റ്റലിലാണ് താമസം. അന്ന് രാത്രിയിൽ മെസ് ഹാളിൽ ചെന്ന് അത്താഴം കഴിച്ചിട്ട് റൂമിൽ വന്നപ്പോഴാണ് ഗാഥയോട് സംസാരിക്കാൻ ഫൗസിയയ്ക്ക് അവസരം കിട്ടിയത്. എന്തോ പ്രശ്നമുണ്ടെന്ന് ഉച്ചയ്ക്ക് ഗാഥ പറഞ്ഞല്ലോ. എൻ്റെ മാരേജിൻ്റെ കാര്യമാണ്. എന്തെങ്കിലും തടസ്സം? ഇതുവരെയില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലോ ആദർശ് പുള്ളിയുടെ വീട്ടിലോ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ എതിർപ്പുണ്ടാകുമോന്നോ എൻ്റെ പേടി. തൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ലേ? എൻ്റെ വീട്ടിൽ കാര്യമായ എതിർപ്പൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ആദർശിൻ്റെ വീട്ടുകാർ ഞങ്ങളെക്കാൾ പലതരത്തിലും ഉയരെയാണ് ആ ഫാമിലി. അതിനെന്താ? പുള്ളിക്കാരൻ ഉറച്ചു നിന്നാൽ പോരെ? മതി. പക്ഷേ വീട്ടുകാർ ഒറ്റക്കെട്ടായി എതിർത്താൽ എനിക്ക് ആദർശമില്ലാതെ വേറൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ഫൗസി. അത്രയ്ക്ക് ഫൗസി ഒരു നിമിഷം നിശബ്ദയായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ വേറൊന്നും വിചാരിക്കരുത്. പിന്നെ അവൾ പറഞ്ഞു. എന്താണ്? നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു രാത്രി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഗാഥയെ കൈവിടില്ല. ചില പുരുഷന്മാർ അങ്ങനെയാണ്. ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അവർക്ക് പിന്നെ നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ആദർശിൻ്റേത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്. എൻ്റെ വീട്ടുകാരോ ആദർശിൻ്റെ വീട്ടുകാരോ സമ്മതിച്ചില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്ത് പേടിക്കാനാ? എന്നാലും ഒരു പേടി. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഫൗസിയ ചോദിച്ച ഒരു കാര്യം അവളുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു രാത്രി? ആദർശ് ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇനി പറഞ്ഞാൽ? ഉറക്കം വരാതെ ഗാഥ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. അന്നും എറണാകുളം പാസഞ്ചറിലായിരുന്നു കൊല്ലത്ത് നിന്ന് കോച്ചിങ് ക്ലാസ് കഴിഞ്ഞ് സ്വാതി കായംകുളത്ത് വന്നിറങ്ങിയത്. അപ്പോൾ 4:30 കഴിഞ്ഞു. മെയിൻ റോഡിൽ വന്ന് ബസ് കയറി അവൾ 3-ാം കുറ്റിയിലിറങ്ങി. തൊട്ടടുത്ത് തന്നെയായിരുന്നു അവളുടെ അച്ഛൻ വിശ്വനാഥിൻ്റെ സ്റ്റേഷനറി ഷോപ്പ്. റോഡ് മുറിച്ചു കിടന്ന് അവൾ കടയിലേക്ക് ചെന്നു. സാമാന്യം വലിയൊരു കടയായിരുന്നു അത്. വിശ്വനാഥൻ കാഷ് കൗണ്ടറിൽ ഇരുന്നാൽ മതി. 2 ജോലിക്കാരുണ്ട് കടയിൽ. ഫോട്ടോസ്റ്റാറ്റ്, മൊബൈൽ റീചാർജിങ് എന്നിവയും അധികമായിട്ടുണ്ടായിരുന്നു. എന്താ മോളെ? അവളെ കണ്ട് വിശ്വനാഥൻ ചോദിച്ചു. മൊബൈൽ ടോപ്പപ്പ് ചെയ്യണച്ചാ. ഇനി 2 രൂപയേ ഉള്ളൂ ബാലൻസ്. എന്നാൽ പിന്നെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ നിനക്ക്? എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വേണച്ചാ. അവൾ പറഞ്ഞത് കേട്ട് പ്രകാശൻ ചിരിച്ചു. ഇപ്പം ചോക്ലേറ്റൊക്കെ തിന്നോ? കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഈ ചോക്ലേറ്റ് കൊതി അവസാനിപ്പിച്ചേക്കണേ മോളെ. അല്ലെങ്കിൽ അച്ഛൻ കൊഞ്ചിച്ച് വഷളാക്കിയതാണെന്ന് അവർ വിചാരിക്കും, അയാൾ പറഞ്ഞു. സ്വാതിക്ക് ചെറിയ നാണം വന്നു. അത് അന്നേരത്തെ കാര്യമല്ലേ. ഞാൻ എന്തേലും ചെയ്തോളാം, അവൾ പറഞ്ഞു. പ്രകാശൻ അവളുടെ മൊബൈൽ നമ്പറിലേക്ക് ടോപ്പപ്പ് ചെയ്തു കൊടുത്തു. കോൾ റേറ്റ് കുറയ്ക്കാനുള്ള റീചാർജിങ് വേണേ ചേട്ടാ, അവൾ ഓർമ്മിപ്പിച്ചു. അതും ചെയ്തിട്ടുണ്ട് മോളെ. അപ്പോഴാണ് വിശ്വനാഥൻ വേറൊരു കാര്യം ഓർമ്മ വന്നത്. മോളെ, നിനക്ക് തപാലിൽ ഒരു കവർ വന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെന്നപ്പം അമ്മ പറഞ്ഞായിരുന്നു. അച്ഛനത് തുറന്ന് നോക്കിയില്ലേ? ഇല്ല, നീ വന്നിട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ പോവാ അച്ഛാ. മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് 5 മിനിറ്റ് ഉള്ളിലേക്ക് നടന്നാൽ മതിയായിരുന്നു അവരുടെ വീട്ടിലേക്ക്. 1 നില ടെറസ് വീടായിരുന്നു ശ്രീനിലയം. അമ്മേ, ഗേറ്റ് തുറന്ന് അകത്ത് കയറിയിട്ട് അവൾ വിളിച്ചു. പത്മിനി വന്ന് വാതിൽ തുറന്നു. അമ്മേ, എനിക്കൊരു കവറുണ്ടായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു. നീ കടയിൽ കയറിയിരുന്നോ? ആ TV സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. സ്വാതി വേഗം ചെന്ന് കവറെടുത്ത് നോക്കി. സ്റ്റേറ്റ് ബാങ്കിൻ്റെ പേര് കവറിന് പുറത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് തോന്നി അത് ഇൻ്റർവ്യൂവിനുള്ള അറിയിപ്പ് അയക്കുമെന്ന്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ കവർ തുറന്നു നോക്കി. ആകാംക്ഷയോടെ പത്മിനി അടുത്ത് തന്നെ നിന്നു. അവൾ വിചാരിച്ചതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനുള്ള അറിയിപ്പായിരുന്നു അത്. എന്താ മോളെ? അവളുടെ മുഖത്ത് പരന്ന വെളിച്ചം കണ്ട് പത്മിനി ചോദിച്ചു. ഫെബ്രുവരിയിൽ ഞാൻ തിരുവല്ലയിൽ പോയി ഒരു ടെസ്റ്റ് എഴുതിയിരുന്നില്ലേ? അതിൽ പാസ്സായിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുക. ഈ മാസം 18-ന് കോട്ടയത്ത് വെച്ച്. എൻ്റെ ചെട്ടികുളങ്ങര അമ്മേ, ഇതെൻ്റെ മോൾക്ക് കിട്ടണേ. നെഞ്ചിൽ കൈവച്ച് പത്മിനി പ്രാർത്ഥിച്ചു. ഇതെനിക്ക് കിട്ടും. ടെസ്റ്റ് ഞാൻ നന്നായിട്ട് എഴുതിയതാ. അതിൻ്റെ മാർക്കിൻ്റെ കൂടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടി ചേർത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നേ, സ്വാതി പറഞ്ഞു. ക്ലാർക്കിൻ്റെ ആണോ അതോ ഓഫീസറായിട്ടോ? ക്ലാർക്കിൻ്റേതാ. അതായാലും മതി. 4 വർഷം കഴിഞ്ഞാൽ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി ഓഫീസറാകാം. അതൊക്കെ ഞാൻ ഏറ്റു. അവൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വിശക്കുന്നല്ല അമ്മേ, കഴിക്കാൻ എന്താണുള്ളത്? പെട്ടെന്ന് അവൾ ചോദിച്ചു. രാവിലത്തെ ഉപ്മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അത് മതിയോ? മതിയമ്മേ. സ്വാതി അവളുടെ മുറിയിലേക്ക് പോയി. ബാഗ് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ അലമാര തുറന്ന് ഒരു പ്ലാസ്റ്റിക് ഫയൽ എടുത്തു. ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ അവൾ അതിനുള്ളിൽ ഭദ്രമായി വെച്ചു. ഡ്രസ്സ് മാറി അവൾ ചെന്നപ്പോഴേക്ക്
പത്മിനി ചായ ഉണ്ടാക്കി. കോട്ടയത്ത് വെച്ചല്ലേ ഇൻ്റർവ്യൂ? അവൾ ചായയും ഉപ്പുമാവും കഴിക്കുമ്പോൾ പത്മിനി ചോദിച്ചു. അന്നൊരു ദിവസം നീ ട്രെയിനിൽ വെച്ച് കോട്ടയത്തുള്ള ഒരാളെ പരിചയപ്പെട്ടില്ലേ? അയാൾ ചെന്ന് കണ്ടാൽ വല്ല സഹായവും കിട്ടുമോ? ശതാബ്ദിയിൽ വെച്ച് ജയപ്രസാദിനെ കണ്ട കാര്യം അവൾ അന്ന് വീട്ടിൽ വന്നപ്പോൾ പത്മിനിയോട് പറഞ്ഞിരുന്നു. പുറത്തു പോയിട്ട് വരുമ്പോൾ അന്ന് സംഭവിച്ചതൊക്കെ വള്ളി പുള്ളി വിടാതെ അമ്മയോട് പറയുന്ന സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. അല്ലെങ്കിൽ തന്നെ അയാളുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഹോട്ടലല്ലേ, കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. അല്ല, ബാങ്കുകാരെ പരിചയമുള്ള ആളാണെങ്കിൽ. പത്മിനി പറഞ്ഞത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ അമ്മേ, അവിടുത്തെ ബാങ്ക് മാനേജറൊന്നുമല്ല ഇൻ്റർവ്യൂ നടത്തുന്നത്, വേറെ ഓഫീസർമാരാ. തന്നെയുമല്ല, ബാങ്കിൻ്റെ കാര്യത്തിൽ റെക്കമെൻഡേഷനൊന്നും സ്വീകരിക്കത്തുമില്ല. ഇവിടുന്ന് രാവിലെ പോയാൽ മതിയല്ലോ, അല്ലയോ? മതി. വേണാടിന് പോയാൽ 8:30 കോട്ടയത്തെത്തും. 10 മണിക്കല്ലേ ഇൻ്റർവ്യൂ? സൂരജ് ഇതുവരെ വന്നില്ലല്ലോ, സ്വാതി ഓർത്തു. സ്കൂളിൽ കളിയുണ്ട്, കുറച്ച് ലേറ്റാക്കുമെന്ന് രാവിലെ അവൻ പറഞ്ഞായിരുന്നു. കറ്റാനത്ത് +2-നാണ് അവളുടെ അനുജൻ സൂരജ് പഠിക്കുന്നത്. ചായ കുടിച്ചു കഴിഞ്ഞ് സ്വാതി അവളുടെ മുറിയിലേക്ക് പോയി. എന്നിട്ട് മൊബൈലെടുത്ത് ശ്യാംകുമാറിനെ വിളിച്ചു. ശ്യാമേട്ടാ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണത്? ഇൻ്റർവ്യൂവിന് അറിയിപ്പ് വന്ന കാര്യം അവൾ പറഞ്ഞു. നന്നായി. 6 മാസത്തിനുള്ളിൽ പോസ്റ്റിംഗ് നടക്കും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ. എന്തിനാ അതുവരെ വെയിറ്റ് ചെയ്യുന്നത്? നാളെ വിളിച്ചാൽ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ, അവൾ കളി പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിക്കുകയുമില്ല. നീ ഇറങ്ങി വരികയും വേണ്ട. 4 അളറിന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയേ ഞാൻ നിന്നെ കൊണ്ടുവരൂ. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. മോൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ഉദ്യോഗം ഉണ്ടായിരിക്കണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി ശ്യാമേട്ടാ. എനിക്ക് ജോലി കിട്ടിയിട്ടേ നമ്മുടെ കല്യാണം നടക്കുമെന്ന്. അതെ. ക്ലാർക്കിനുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അത് കിട്ടിയതെന്ന് തന്നെ ഇരിക്കട്ടെ. മോൻ ബാങ്ക് ഓഫീസറായ സ്ഥിതിക്ക് അവൻ്റെ പെണ്ണ് ഡോക്ടറോ എഞ്ചിനീയറോ കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ ബാങ്ക് ഓഫീസറോ ആയിരിക്കണമെന്ന് അച്ഛനും അമ്മയും നിർബന്ധം പിടിച്ചാലോ? സ്വാതി ചോദിച്ചു. മോൻ ആഗ്രഹിച്ച പെണ്ണിനെ മാത്രമേ മോൻ കല്യാണം കഴിക്കൂ, ശ്യാംകുമാർ പറഞ്ഞു. ഉറപ്പാണേ? ഉറപ്പ്. എന്നാൽ എൻ്റെ മോൻ ഫോൺ വെച്ചോ, എനിക്കിനി കുറച്ച് പണിയുണ്ട്. പറ്റിയാൽ രാത്രി വിളിക്കണേ. നോക്കട്ടെ. കോൾ കട്ട് ചെയ്തിട്ട് അവൾ പുഞ്ചിരിച്ചു. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മെയിൽ ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ വെളുപ്പിന് 5 മണി. വണ്ടി കോട്ടയം എത്തുന്നതുവരെ ശ്യാംകുമാർ അപ്പർ ബെർത്തിൽ കിടന്ന് സുഖമായി ഉറങ്ങി. പിന്നെ ചെങ്ങന്നൂരിൽ ഇറങ്ങാൻ ഉണർന്നു കിടന്നു. 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും ബാങ്ക് അവധിയായതിനാൽ ആ വെള്ളിയാഴ്ച രാത്രി തന്നെ അയാൾ വണ്ടി കയറും. തൃശ്ശൂരിൽ രാത്രി 1 മണിയാകും വണ്ടി വരാൻ. അയ്യത്തോളിലുള്ള ലോഡ്ജിൻ്റെ മുൻപിൽ നിന്ന് ഓട്ടോ പിടിച്ച് അയാൾ നേരത്തെ സ്റ്റേഷനിലെത്തും. സ്റ്റേഷനിൽ ബാഗുമായി ഇറങ്ങി പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് ചെന്നപ്പോൾ പത്തനംതിട്ടയ്ക്കുള്ള ബോർഡ് വെച്ച് കിടക്കുന്നുണ്ടായിരുന്നു. 5:30 വണ്ടി വിടൂ. തട്ടുകടയിൽ നിന്ന് കട്ടൻ കാപ്പി വാങ്ങി കുടിച്ചിട്ടാണ് ശ്യാംകുമാർ ബസ്സിൽ കയറിയത്. ഇടയാറൻ മുളയ്ക്കുള്ള ടിക്കറ്റും എടുത്തു. ബാങ്കിൽ നിന്നിറങ്ങുമ്പോൾ എന്നും രാത്രി 8 മണി കഴിയും. പിന്നെ നാട്ടിലേക്കുള്ള സൗകര്യപ്രദമായ വണ്ടി തിരുവനന്തപുരം മെയിലാണ്. ഞായറാഴ്ച വൈകുന്നേരം ചെന്നൈ മെയിലിൽ തിരിച്ചു പോവുകയാണ് പതിവ്. 5:30 തന്നെ ബസ് പുറപ്പെട്ടു. കോഴിപ്പാലം കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ വണ്ടി ഇറങ്ങുമ്പോൾ നേരം നന്നായി വെളുത്തിരുന്നില്ല. പുലർച്ചെ 5:30 പത്രം വരും. ഗേറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ നിന്ന് പത്രം എടുക്കാൻ വരുമ്പോൾ അച്ഛൻ ഗേറ്റ് തുറക്കും. സൗബണ്യയുടെ ഗേറ്റ് തുറന്ന് ശ്യാംകുമാർ ആറ്റുമണൽ വിരിച്ച മുറ്റം മുറിച്ച് കടന്നു ചെല്ലുമ്പോൾ അടുക്കളയിൽ ലൈറ്റുണ്ടായിരുന്നു. കത്തോലിക്കേറ്റ് കോളേജിൽ MA ഫൈനൽ ഇയറാണ് പല്ലവി. അവൾക്ക് രാവിലെ പോകേണ്ടതുകൊണ്ട് അമ്മ 5 മണിക്ക് എഴുന്നേൽക്കും. അവധി ദിവസമാണെങ്കിലും ആ പതിവ് തെറ്റിക്കില്ല. ബെല്ലടിച്ചപ്പോൾ ഗോപാലകൃഷ്ണനാണ് വന്ന് വാതിൽ തുറന്നത്. നീ വന്നോ? ഇന്ന് ട്രെയിൻ ടൈമായിരുന്നെന്ന് തോന്നല്ലോ. അതെ അച്ഛാ. ചെങ്ങന്നൂർന്ന് ഫസ്റ്റ് ബസ്സും കിട്ടി. ബാഗ് ഊണുമുറിയിലെ മേശപ്പുറത്ത് വെച്ചിട്ട് അയാൾ അടുക്കളയിലേക്ക് ചെന്നു. ഇഡ്ഡലി മാവിൽ ഉപ്പൊഴിച്ച് ഇളക്കുകയായിരുന്നു സൗമിനി. കാപ്പി വേണ്ടല്ലോ? വേണ്ടമ്മേ, ഒന്ന് കിടക്കണം. പല്ലവി എഴുന്നേറ്റില്ലേ? ഇന്ന് ശനിയാഴ്ചയല്ലേ, ക്ലാസ്സില്ലല്ലോ. കുംഭർണയ്ക്ക് കൊടുക്കാൻ ഞാനൊരു ചുരിദാർ സെറ്റ് മേടിച്ചിട്ടുണ്ട്. സൗമിനി ചിരിച്ചു. അവൾ ഉണരട്ടെ. അയാൾ സ്വന്തം മുറിയിലേക്ക് പോയി. അധ്യാപകരുടെ മക്കളൊന്നും പാഴായി പോവുകയില്ല. അവർ നല്ല നിലയിലെത്തും എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് സൗമിനിക്ക് തോന്നി. ശ്യാം ഫസ്റ്റ് ക്ലാസ്സോടെയാണ് BTech പാസ്സായത്. ഒരു പ്രയാസവും കൂടാതെ ബാങ്കിൽ ഓഫീസറുമായി. പല്ലവി റാങ്കോടെയാണ് BA പാസ്സായത്. MAയ്ക്കും അവൾ റാങ്ക് വാങ്ങുമെന്ന് ഇപ്പോൾ തന്നെ അവളുടെ പ്രൊഫസർ പ്രവചിച്ചിരിക്കുന്നു. പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകയാണ് സൗമിനി. സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഗോപാലകൃഷ്ണൻ. 2 പേരും മക്കളെ നല്ല അച്ചടക്കത്തെയാണ് വളർത്തിയത്. 8 മണിയായപ്പോൾ ഉറക്കമുണർന്ന് കുളി കഴിഞ്ഞ് ശ്യാംകുമാർ വന്നു. പുതിയ ചുരിദാർ കിട്ടിയ സന്തോഷത്തിലായിരുന്നു പല്ലവി. കോളേജിനടുത്ത് ഒരു സ്റ്റിച്ചിങ് സെൻ്ററുണ്ട്. അവിടെ ആകുമ്പോൾ അളവെടുത്ത് തയ്പ്പിക്കാം, അവൾ പറഞ്ഞു. പെണ്ണുങ്ങൾ നടത്തുന്ന തയ്യൽ കടയാണോ? ഗോപാലകൃഷ്ണൻ ചോദിച്ചു. അതെ അച്ഛാ. ചായ കുടിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ വേഷം ധരിച്ച് ശ്യാംകുമാർ വന്നു. എങ്ങോട്ട് രാവിലെ? കരുനാഗപ്പള്ളി വരെ ഒന്ന് പോവാമേ. ഒരു ഫ്രണ്ടിനെ കാണണം. ഉച്ചയ്ക്ക് ഊണ് അവിടുന്നാ. ഇനി വൈകുന്നേരം പ്രതീക്ഷിച്ചാൽ മതിയെന്നായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും വൈകല്ലേ, സൗമിനി പറഞ്ഞു. ചെങ്ങന്നൂർ ചെന്ന് ട്രെയിൻ കൊല്ലത്തിനാണ് ശ്യാംകുമാർ ടിക്കറ്റ് എടുത്തത്. കോച്ചിങ് സെൻറ്ററിൽ ചെന്ന് സ്വാതിയെ കാണണം. ഒന്നിച്ച് തിരികെ ട്രെയിനിൽ വരണം. ഭാര്യയെ കാണാൻ പോകുന്നില്ലേ? സൗമിനി ചോദിച്ചു. പോണം. ഇന്ന് ശനിയാഴ്ചയല്ലേ? 9 മുതൽ 10 വരെ രാഹുകാലമാ, ഗോപാലകൃഷ്ണൻ പറഞ്ഞു.
രണ്ടുപേർക്കും നല്ല വിശ്വാസമുള്ള ജ്യോത്സ്യനാണ് രാധാകൃഷ്ണ വാര്യർ. എന്തിനും ഏതിനും വാര്യരെ കണ്ട് സമയം കുറിപ്പിച്ചിട്ടോ അഭിപ്രായം ചോദിച്ചിട്ടോ തീരുമാനമെടുക്കും. കല്യാണക്കാരൻ പറയുമ്പോൾ ശ്യാം നീട്ടി നീട്ടി വയ്ക്കുകയാണ്. വരുന്ന ചിങ്ങത്തിൽ 26 തികയും. ഗോപാലകൃഷ്ണന് 26 വയസ്സ് തികയും മുമ്പേ ശ്യാമിൻ്റെ അച്ഛനായതാണ്. അവൻ്റെ നക്ഷത്രം അനിഴമല്ലേ? അനിഴവുമായി പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വാര്യരോട് ചോദിച്ച് കുറിച്ചു മേടിക്കണം. ആലോചന വരുമ്പോൾ ആ നക്ഷത്രങ്ങൾ ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കാമല്ലോ, സൗമിനി പറഞ്ഞു. അതാ ഞാനും വിചാരിക്കുന്നത്. അവൻ്റെ ഗ്രഹനിലയും വരച്ചു മേടിക്കണം. കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂട്ടർ എടുത്ത് വാര്യരെ കാണാൻ ഗോപാലകൃഷ്ണൻ പുറപ്പെട്ടത്. പക്ഷേ ഉടൻ തന്നെ അയാൾ വീട്ടിൽ തിരിച്ചെത്തി. എന്തു പറ്റി? ഉത്കണ്ഠയോടെ സൗമിനി ചോദിച്ചു. ദുശ്ശകുനം. ഒരു പൂച്ച വണ്ടിക്ക് കുറുകെ ചാടി. സൗമിനിയും പല്ലവിയും പരസ്പരം നോക്കി. അന്ന് 12:30 സ്വാതി കോച്ചിങ് സെൻറ്ററിൽ നിന്നിറങ്ങി. ശ്യാംകുമാർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. സ്വാതി. അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ റിംസൺ. അറിയാതെ സ്വാതി ഒന്ന് ഞെട്ടി. കുറേ നാളായി അയാൾ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ സീനിയറായി കോച്ചിങ് സെൻറ്ററിൽ വന്നവനാണ്. കണ്ടാൽ സിനിമാ നടനെ പോലെ ഗ്ലാമറുള്ളവൻ. ചില പെൺകുട്ടികളൊക്കെ അവൻ്റെ സംസാരത്തിൽ വീണു പോയിട്ടുണ്ട്. നില്ലേ, ഞാനും വരുന്നു. റിംസൺ വേഗം നടന്ന് അവൾക്കൊപ്പം എത്തി. ബസ് സ്റ്റോപ്പിലേക്ക് 5 മിനിറ്റ് നടപ്പുണ്ട്. അത്രയും സമയം സഹിച്ചാൽ മതിയല്ലോ എന്ന് അവൾ ആശ്വസിച്ചു. തങ്കശ്ശേരിയിൽ എന്നും ബൈക്കിലാണ് അയാൾ വരാറുള്ളത്. ബൈക്ക് കോച്ചിങ് സെൻറ്ററിൽ വച്ചിരിക്കുകയാണ്. എന്താ ഇന്ന് നേരത്തെ? അയാൾ ചോദിച്ചു. നേരത്തെ വീട്ടിലെത്തേണ്ട ഒരാവശ്യമുണ്ട്, നടന്നുകൊണ്ട് സ്വാതി പറഞ്ഞു. ഇപ്പോൾ ട്രെയിനുണ്ടോ? നിൽക്കാമെങ്കിൽ ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് വരാം. സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് വിടാം. ടൗണിലെ ബ്ലോക്കെല്ലാം കഴിഞ്ഞു സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കും. അത് സാരമില്ല. 2-3 വണ്ടിയുണ്ട് ഈ നേരത്ത്. 3-4 ദിവസമായി സ്വാതിയോട് ഒന്ന് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ്റർവ്യൂവിന് കോൾ ലെറ്റർ വന്നിട്ടുണ്ട് അല്ലേ? നല്ല വെയിൽ. റോഡിൻ്റെ ഓരം ചേർന്നാണ് സ്വാതി നടന്നത്. പിന്നിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ ഒഴിയാനെന്ന മട്ടിൽ അയാൾ അവളെ ചേർന്ന് മുട്ടിയിരുമുന്നുണ്ടായിരുന്നു. റിംസൺ മുമ്പിൽ നിറക്ക്, അവൾ പറഞ്ഞു. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്തവണ ഇൻ്റർവ്യൂ ബോർഡിൽ എൻ്റെ ഒരു അങ്കിളുണ്ട്. പുള്ളി വിചാരിച്ചാൽ ഈസി ആയിട്ട് കടന്നുകൂടാം. അപ്പോൾ ഇത്തവണ റിംസൺ രക്ഷപ്പെടും അല്ലേ? അയ്യോ, അതിന് എനിക്ക് ടെസ്റ്റ് എലിജിബിലിറ്റി കിട്ടിയില്ലല്ലോ. എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാസ്സായേനെ. അതുകൊണ്ട് ആ ചാൻസ് ഞാൻ സ്വാതിക്ക് സംഘടിപ്പിച്ച് തരാം. വേണ്ട റിംസൺ, മെറിറ്റ് അനുസരിച്ച് കിട്ടുന്നെങ്കിൽ മാത്രം മതി എനിക്ക്. നടന്ന് അവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. ഭാഗ്യത്തിന് ചിന്നക്കട വഴിയുള്ള ഒരു പ്രൈവറ്റ് ബസ് അപ്പോൾ വന്നു നിന്നു. സ്വാതി അതിൽ വേഗം കയറി. വണ്ടി ഉടൻ വിട്ടു. ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെവിയുടെ പിന്നിൽ ആരോ പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. റിംസൺ. സ്വാതിക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഇയാൾ സ്റ്റേഷനിൽ വരും. ഒപ്പം വരുന്നത് ശ്യാമട്ടൻ കണ്ടാൽ പിന്നെ അത് മതി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന 5 പേരിൽ ഒരാൾക്ക് സെലക്ഷൻ കിട്ടും. വലിയ റിസ്ക്കാണ് സ്വാതി. ഒരു ദിവസം നമുക്ക് 2 പേർക്കും കൂടി പോയി അങ്കിളിനെ കാണാം. എന്താ? ഞാൻ വരുന്നില്ല. അങ്ങനെ കിട്ടുന്ന ജോലി എനിക്ക് വേണ്ട. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇതൊന്നും ആരും അറിയാൻ പോകുന്ന കേസല്ല. അംഗവും കാണാം, താളിയും മുടിക്കാം എന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? കളിയിൽ അല്പം കാര്യം. സ്വാതി തിരിഞ്ഞു നോക്കിയില്ല. ശ്യാംകുമാറുമായി താൻ എൻഗേജ്ഡാണെന്ന് എനിക്കറിയാം. അയാൾ ഓഫീസറാണ്. നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നുള്ളത് ശരി തന്നെ. പക്ഷേ വണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ. ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഒലിച്ചിലിൽ റിംസൺ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. അവൾ രൂക്ഷഭാവത്തിൽ അയാളൊന്ന് തിരിഞ്ഞു നോക്കി. സോറി, അയാൾ പുഞ്ചിരിച്ചു. പക്ഷേ അയാൾ വീണ്ടും അവളെ ചേർന്ന് നിന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോലിയുള്ള പെണ്ണിനെ മാത്രമേ ശ്യാംകുമാർ കല്യാണം കഴിക്കൂ. ഇക്കണക്കിന് പോയാൽ അടുത്ത കാലത്തൊന്നും സ്വാതിക്ക് ജോലി കിട്ടുകയുമില്ല. തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ. എനിക്ക് താല്പര്യമില്ല റിംസൺ. എന്നെ ഇനി ഡിസ്റ്റർബ് ചെയ്യരുത്, അവൾ കർശന സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് താല്പര്യമുണ്ട് സ്വാതി. അതുകൊണ്ടാണ് തന്നെ ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള സ്റ്റോപ്പിലെത്തി ബസ് നിന്നു. സ്വാതി ബസ്സിൽ നിന്ന് വേഗം ഇറങ്ങി. റോഡ് മുറിച്ചു കടന്ന് അവൾ ധൃതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. റിംസൺ പിന്നാലെ ചെന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ കവാടത്തിന് അരികിൽ സ്വാതിയെ കാത്ത് ശ്യാംകുമാർ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് റിംസൺ പെട്ടെന്ന് നിന്നു. അപ്പോൾ അതാണ് അവൾ നേരത്തെ പോരാനുള്ള കാരണം. ശ്യാമേട്ട വന്നിട്ട് ഒരുപാട് നേരമായോ? ഓടിച്ചെന്ന് സ്വാതി ചോദിച്ചു. ഇല്ല, ഒരു 10 മിനിറ്റ്. ഒരു ഫ്രണ്ടിനെ കാണാൻ കരുനാഗപ്പള്ളിയിൽ പോവാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നിറങ്ങിയത്. അച്ഛനോടും അമ്മയോടും കഴിയുന്നതും കള്ളം പറയാൻ പാടില്ല. അതുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ ഇറങ്ങിയിട്ടാണ് വരുന്നത്. ശ്യാമേട്ട വല്ലതും കഴിച്ചോ? മണി 1 കഴിഞ്ഞല്ലോ. നീ വന്നിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? സ്വാതി ഒന്ന് തിരിഞ്ഞു നോക്കി. ഭാഗ്യം റിംസണെ കാണാനില്ല. അയ്യോ വേണ്ട, വെളിയിൽ പോകാനുള്ള സമയമൊന്നുമില്ല ഇനി. സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം, അവൾ പറഞ്ഞു. 2:30 ഐലൻഡ് എക്സ്പ്രസ് അല്ലേ ഉള്ളൂ ഇനി. അതുവരെ സമയമുണ്ട്. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോകണമെങ്കിൽ ഓട്ടോ പിടിക്കണം. ചിന്നക്കട നല്ല ബ്ലോക്കാണ്. തിരിച്ച് സമയത്ത് എത്താൻ പറ്റിയല്ല. തന്നെയുമല്ല, എനിക്ക് ചോറ് തന്നാണ് അമ്മ വിട്ടത്. അത് തിരിച്ചു കൊണ്ട് പോകാനും പറ്റില്ല. എങ്കിൽ ആ ചോറ് എനിക്ക് തന്നേക്ക്. നിൻ്റെ അമ്മയുടെ കൈപ്പുണ്യം ഞാനൊന്നും അറിയട്ടെ. അയ്യോ വേണ്ട, ചോറ് എന്തെങ്കിലും ഒരു കറിയോ ചമ്മന്തിയോ മറ്റോ കാണൂ. ശ്യാമേട്ടൻ്റെ വിശപ്പ് തീരാനും മാത്രം അത് കാണത്തുമില്ല. നീ വാ ഇങ്ങോട്ട്. ശ്യാംകുമാർ അവളെയും കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? അവൾ പെട്ടെന്ന് ചോദിച്ചു.
2 സ്ലീപ്പർ എടുത്തിട്ടുണ്ട്. നിനക്ക് കായംകുളത്തിനും എനിക്ക് ചെങ്ങന്നൂർക്കും. ഇന്ന് നീ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകണ്ട. സീസൺ ടിക്കറ്റ് ആയതുകൊണ്ട് ജനറൽ ബോഗിയിലാണ് സ്വാതിയുടെ യാത്ര. അവർ റെയിൽവേ കാൻറ്റീനിലേക്കാണ് പോയത്. 2 സീറ്റ് കണ്ടുപിടിച്ച് അവർ ഇരുന്നു. നിന്റെ ചോറെടുക്ക്, അയാൾ ആവശ്യപ്പെട്ടു. അവൾ മടിയോടെ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സ് എടുത്തു. അയാൾ അത് വാങ്ങി തുറന്നു. ചോറും ഒരു കഷ്ണം മീൻ പൊരിച്ചതും അച്ചിങ്ങ പയർ തോരനും തേങ്ങ ചമ്മന്തിയുമാണ് അതിലുണ്ടായിരുന്നത്. എനിക്കിത് മതി, നിനക്ക് വേറെ ചോറ് മേടിച്ചു തരാം, അയാൾ പറഞ്ഞു. എനിക്ക് ചോറ് വേണ്ട, വട മതി, അവൾ പറഞ്ഞു. വെയിറ്റർ വന്നപ്പോൾ അവൾക്ക് വടയ്ക്കും ചായയ്ക്കും അയാൾ ഓർഡർ കൊടുത്തു. ചൂട് മാറാത്ത 2 ഉഴുന്നുവടയും ചായയും എത്തി. അയാൾ ചോറുണ്ണാൻ ആരംഭിച്ചു. തൈര് ഒഴിച്ചിട്ടുണ്ട്, നല്ല രുചി, പെട്ടെന്ന് അയാൾ പറഞ്ഞു. സ്വാതി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മ നല്ല കുക്കാണ്. പത്മിനിയുടെ ചമ്മന്തി മാത്രം മതി ഒരു പാത്രം ചോറുണ്ണാൻ എന്ന് അച്ഛൻ ഇടയ്ക്കൊക്കെ പ്രശംസിക്കാറുണ്ട്. അപ്പോഴാണ് അവരുടെ മേശയുടെ അടുത്തേക്ക് റിംസൺ വന്നത്. അയാളെ കണ്ട് സ്വാതിയുടെ മുഖം വിളറി വെളുത്തു. എന്താ സ്വാതി, ഇന്ന് ചോറ് കൊണ്ടുവന്നില്ലേ? സൗഹൃദഭാവത്തിൽ അയാൾ അവളോട് ചോദിച്ചു. പെട്ടെന്ന് അയാൾ ശ്യാംകുമാറിൻ്റെ നേർക്ക് നോക്കി. ഓ, സാറും ഉണ്ടായിരുന്നോ? ഇപ്പോഴാണ് ഞാൻ കണ്ടത്. സാർ അവിടെ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയാം. എൻ്റെ പേര് റിംസൺ, ഞാനും അവിടെ പഠിക്കുന്നുണ്ട്. റിംസൻ്റെ സംസാരവും ഭാവവും ഒന്നും ശ്യാംകുമാറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം അയാൾ ഗൗരവഭാവത്തിൽ ഇരുന്നതേയുള്ളൂ. അപ്പോൾ സ്വാതി, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. എന്നാണ് സൗകര്യമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് 2 പേർക്കും കൂടി പോകാം. വൈകുന്നേരം വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ തിരിച്ചു വരികയും ചെയ്യാം, സ്വാതിയെ നോക്കി റിംസൺ പറഞ്ഞു. അവളിരുന്ന് ഉരുകി. അപ്പോൾ ഞാൻ പോകട്ടെ, ബൈ. ശ്യാംകുമാറിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് റിംസൺ സ്ഥലം വിട്ടു. ഏതാണവൻ? ശ്യാംകുമാർ ചോദിച്ചു. ഒരു വായി നോക്കിയാ ശ്യാമേട്ടാ. അവളൊരു വാടിയെ ചിരിച്ചിരിച്ചു. അതും മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. അയാൾ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ നിന്നോട് വളരെ അടുപ്പത്തിൽ സംസാരിച്ചതോ? എവിടെ പോകുന്ന കാര്യമാണ് അവൻ പറഞ്ഞത്? അത് പിന്നെ ഇൻ്റർവ്യൂ ബോർഡിൽ അയാളുടെ ഒരു ബന്ധുവുണ്ടെന്നും അയാളെ കാണാൻ ഒന്ന് പോകാമെന്നും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്തൊരു മണ്ടിയാ. ഇത് ബാങ്ക് റിക്രൂട്ട്മെൻറ്റാണ്. പണമോ ശുപാർശയോ ഒന്നും അംഗീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, പണവും റെക്കമെൻഡേഷനോ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുകയും ചെയ്യും. അതൊക്കെ എനിക്കറിയില്ലേ ശ്യാമേട്ടാ. അയാൾ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. എന്നാലും അവൻ്റെ നോട്ടവും സംസാരം ഒന്നും എനിക്കൊട്ടും പിടിച്ചില്ല. അവനെ കണ്ടാൽ നീ ഇനി സംസാരിക്കരുത്, ഒഴിഞ്ഞു പോയിക്കോണം. ശല്യപ്പെടുത്താൻ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി. ക്ലാസ്സൊക്കെ തീരാറായില്ലേ? ഞാനിനി അധിക ദിവസമൊന്നും ഇങ്ങോട്ട് വരില്ല. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം അമ്മയോട്, കള്ളച്ചിരിയോടെ അയാൾ പറഞ്ഞു. അമ്മയുടെ പാചകം മരുമോന് ഇഷ്ടമായിരുന്നു. പോ ശ്യാമേട്ടാ, അമ്മ എന്നെ കൊല്ലും. ഞാനൊരു നല്ല കുട്ടിയാണെന്ന് അമ്മയുടെ വിചാരം. നീ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടികളൊന്നും ഇങ്ങനെ പ്രേമിച്ച് നടക്കത്തില്ല. പ്രേമിക്കുന്നത് ഒരു കുറ്റമൊന്നുമല്ല, അത് മനുഷ്യ സഹജമായ ഒരു വാസനയാണ്. ആണും പെണ്ണും ആകർഷിക്കപ്പെടും. അതൊരു പ്രകൃതി നിയമമാണ്, ആർക്കും തടയാൻ പറ്റില്ല. മതി, നമുക്ക് പോകാം. ടിഫിൻ ബോക്സ് വാങ്ങി അവൾ വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് കഴുകിയിട്ട് വീണ്ടും ബാഗിൽ വെച്ചു. 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഐലൻഡ് എക്സ്പ്രസ് ഉടൻ വരുമെന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടായി. അവർ ഓവർ ബ്രിഡ്ജ് കയറി 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഞാൻ പറഞ്ഞത് നീ കൊണ്ടുവന്നോ? പെട്ടെന്ന് ഓർമ്മിച്ചപ്പോൾ ശ്യാംകുമാർ ചോദിച്ചു. കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ട്രെയിനിൽ കയറിയിട്ട് തന്നാൽ മതി. വണ്ടി വന്നു. വലിയ തിരക്കില്ലാത്ത ഒരു സ്ലീപ്പർ ക്ലാസ് ബോഗിയിൽ കയറി അവർ അടുത്തടുത്തിരുന്നു. പരിചയക്കാരും കയറി വരാതിരുന്നാൽ മതിയായിരുന്നു, പേടിയോടെ സ്വാതി പറഞ്ഞു. വന്നാലെന്താ? അവർ ചെന്ന് അച്ഛനോട് പറയും മോളൊരു പയ്യൻ്റെ കൂടെ മുട്ടിയുരുമിരുന്ന് പോകുന്നത് കണ്ടെന്ന്. വേറൊന്നും പറയില്ലല്ലോ. ട്രെയിനിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടക്കലറിഞ്ഞിരുന്ന് യാത്ര ചെയ്യാറുണ്ടല്ലോ, പിന്നെന്താ? അതുപോലാണോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്? നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ മാറിയിരുന്നോളാം. അയാൾ പരിഭവം നടിച്ച് അല്പം നീങ്ങിയിരുന്നു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, എനിക്കിഷ്ടമാ. അവൾ അയാളെ ചേർന്നിരുന്നു, കൈയെടുത്ത് പിടിച്ചു. നിന്റെ കാര്യം ഞാനിന്ന് അമ്മയോട് പറയും. അമ്മ അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും. അമ്മ പാവമാ, എൻ്റെ ഒരു ഇഷ്ടത്തിനും എതിര് നിൽക്കത്തില്ല. പക്ഷേ അച്ഛന് ചില തീരുമാനങ്ങളുണ്ട്. കടുകിട മാറത്തില്ല, അയാൾ പറഞ്ഞു. സ്വാതി പെട്ടെന്ന് ബാഗിൽ നിന്ന് ഒരു നോട്ട് ബുക്ക് എടുത്ത് തുറന്നു. അതിൽ ഒരു കടലാസ് കഷ്ണം അവൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ശ്യാമേട്ടൻ ആവശ്യപ്പെട്ട സാധനം. ആ കടലാസ് എടുത്ത് അവൾ അയാൾക്ക് കൊടുത്തു. ശ്യാംകുമാർ ആ കടലാസ് തുറന്നു നോക്കി. സ്വാതിയുടെ ജനന തീയതിയും നക്ഷത്രവുമാണ് അതിൽ എഴുതിയിരുന്നത്. അവിട്ടമാണ് നിന്റെ നക്ഷത്രം അല്ലേ? പൂയവുമായിട്ട് ചേർച്ച കാണുമായിരിക്കും. നോക്കിയാലേ അറിയൂ ശ്യാമേട്ടാ. ഞാനിത് ആരുമറിയാതെ ഒരു ജോത്സ്യനെ കാണിക്കും. പൊരുത്തമുണ്ടെങ്കിൽ പ്രശ്നമില്ല. അഥവാ പൊരുത്തമില്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് നല്ല പൊരുത്തമുള്ള ഒരു പുതിയ നക്ഷത്രവും ഗ്രഹനിലയും ഉണ്ടാക്കിക്കും. അയ്യോ വേണ്ട, അവൾ ഭയന്നു. എന്താ പേടിയുണ്ടോ നിനക്ക്? എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമുണ്ട് ശ്യാമേട്ടാ. എന്നെ വേണോ നിനക്ക്, അതോ വിശ്വാസമാണോ പ്രധാനം? സ്വാതി മറുപടി പറഞ്ഞില്ല. ട്രെയിൻ നല്ല വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. പതിവ് പോലെ അന്ന് വൈകുന്നേരം രാമദാസും സുരാജനയും തിരുനക്കര അമ്പലത്തിലേക്ക് പോയി. മഹാദേവരെ കണ്ട് തൊഴുതിറങ്ങിയപ്പോൾ സന്ധ്യ മയങ്ങുകയായിരുന്നു. അഴിച്ചെടുത്ത് ചുമലിട്ടിരുന്ന ഷർട്ട് രാമദാസ് ധരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂട്ടുകാരിയായ പ്രഭാവതിയെ സുരാജന കണ്ടത്. ചേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ പ്രഭയോട് കാര്യം ചോദിച്ചിട്ട് വരാം. പ്രഭാവതിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് സുരാജന പിന്നാലെ ചെന്നു. ധാരാളം പേർ ശിവനെ തൊഴാൻ വന്നുകൊണ്ടിരുന്നു. ദീപാരാധന സമയമായിരുന്നതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. രാമദാസ് അല്പം മാറി നിന്നു ഷർട്ട് ധരിച്ചു. അപ്പോഴാണ് അയാളെ കണ്ട് നിർമ്മല ചെന്നത്. എന്താ രാമേട്ട, ഇന്ന് ഒറ്റയ്ക്കാണോ വന്നത്? ചേച്ചിക്ക് എന്ത് പറ്റി?
നിർമ്മലയെ കണ്ട് രാംദാസ് ഹൃദ്യമായി ചിരിച്ചു. ഒറ്റയ്ക്കല്ല നിർമ്മലെ, അവളുമുണ്ട്. ഒരു കൂട്ടുകാരിയെ കണ്ട് സംസാരിക്കാൻ പോയേക്കുക. നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഇതിപ്പോൾ ഞാനങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. കഴിഞ്ഞ മാസം സുമംഗലിയിൽ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നപ്പോഴല്ലേ നമ്മൾ ഒടുവിൽ കണ്ടത്. ശരിയാ, റോസ് നിറമുള്ള ഒരു സിൽക്ക് സാരിയല്ലേ അന്ന് നിർമ്മല എടുത്തിരുന്നത്. നല്ല ഭംഗിയായിരുന്നു. സൂര്യ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞ്. നിർമ്മല ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. വലിയ പോലീസ് ഓഫീസറായിരുന്നു. എന്നിട്ടും ഭാര്യ എത്ര പേടിയോ. എന്തിനാ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചല്ലേ. ബാലൻ ഇനി എന്ന് വരും? സെക്കൻഡ് സാറ്റർഡേ അടുപ്പിച്ച് വരും. അവിടുന്ന് ഒരു ദിവസം പോലും വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. എന്നും മീറ്റിങ്ങും കോൺഫറൻസും സൈറ്റിൽ പോക്കും. പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറാണ് നിർമ്മലയുടെ ഭർത്താവ് ബാലചന്ദ്രൻ. 2 മാസം മുമ്പ് കാസർഗോഡിന് ട്രാൻസ്ഫറായി. ബാലചന്ദ്രനും രാമദാസും സുഹൃത്തുക്കളാണ്. അയാൾ നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്കൊക്കെ കടുവാക്കുളത്തുള്ള വീട്ടിൽ രാമദാസ് പോകുമായിരുന്നു. ബാലചന്ദ്രൻ്റെ കയ്യിൽ എപ്പോഴും വിസ്കി സ്റ്റോക്കുണ്ടായിരിക്കും. ബാലചന്ദ്രനും നിർമ്മലയും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. നിർമ്മല അന്ന് കോളേജ് ബ്യൂട്ടിയായിരുന്നു. അവൾ അന്യജാതിക്കാരിയായതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായി. SI ആയിരുന്ന രാമദാസാണ് അന്ന് സഹായത്തിനുണ്ടായത്. 45 വയസ്സായെങ്കിലും നിർമ്മലയുടെ സൗന്ദര്യത്തിന് ഇന്നും ഉടവ് തട്ടിയിട്ടില്ല. രാമേട്ടൻ്റെ വീട്ടിലിപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങരുതോ? നിർമ്മൽ ചോദിച്ചു. ബാലനുള്ളപ്പം വരുന്നത് പോലെയല്ലോ ഇപ്പോൾ. അതിനെന്താ, നീ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. എന്നെ അത്ര പേടിയാണോ? പിടിച്ചു തിന്നത്തൊന്നുമില്ല രാമേട്ടാ. കളി പറഞ്ഞതുപോലെ അവൾ വീണ്ടും ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. അതല്ല നിർമ്മലെ, എന്തിനാ വെറുതെ വല്ലവരെ കൊണ്ടും വല്ലതുമൊക്കെ പറയിക്കുന്നത്? ഇങ്ങനെയൊക്കെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റുമോ രാമേട്ടാ? എനിക്കിപ്പോൾ ഭയങ്കര ബോറടിയാ വീട്ടിൽ. രമേഷ് രാവിലെ 8:30 കോളേജിൽ പോകും. പിന്നെ വരുമ്പോൾ 6 മണി കഴിയും. രമേഷ് ബസേലിയസിൽ BCom ഫൈനൽ ഇയറാണ്. ഒരു മകൻ മാത്രമേ ഉള്ളൂ അവർക്ക്. ബാലിന് ഉടനെ എങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുമോ? രാമദാസ് ചോദിച്ചു. ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഉടനെ ഒന്നും കിട്ടുന്ന ലക്ഷണമില്ല. അവിടെ ചെന്നതിന് ശേഷം വെള്ളമടി കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പകൽ വിളിച്ചാൽ സംസാരിക്കാൻ സമയമില്ല. രാത്രി വിളിക്കുമ്പോൾ മിണ്ടാൻ വയ്യാതെ നാവ് കുഴയുന്ന പോലെ. നിർമ്മലയുടെ മഷിയെഴുതിയ വലിയ കണ്ണുകൾ ഒന്ന് പിടയ്ക്കുന്നത് അയാൾ കണ്ടു. രാമേട്ടനേക്കാൾ 10 വയസ്സിന് ഇളയതല്ലേ. പക്ഷേ കണ്ടാൽ രാമേട്ടനേക്കാൾ പ്രായമുണ്ടെന്നല്ലേ തോന്നൂ. അത് ബാലിന് എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴും ഞാനത് മുടക്കിയിട്ടില്ല. രാമേട്ടൻ ഇപ്പോഴും കാണാൻ സ്മാർട്ടാണ്. ഇവിടെയുള്ളപ്പോൾ രാവിലെ കുറേ നടക്കാൻ പോകാൻ പറഞ്ഞാലും ബാലേട്ടൻ പിന്നെയും പുതച്ച് മൂടി കിടക്കും. അത് നിർമ്മലയെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണ്. കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കണം. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണെന്നാണോ രാമേട്ടൻ വിചാരിക്കുന്നത്? രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ രണ്ടുപേരും ചിരിച്ചുപോയി. അത് കണ്ടുകൊണ്ടാണ് സുലോചന വന്നത്. പെട്ടെന്ന് സുലോചനയുടെ മുഖം ഇരുണ്ടു. ദാ ചേച്ചി വന്നല്ലോ, നിർമ്മല പറഞ്ഞു. ഞെട്ടലോടെ രാമദാസ് തിരിഞ്ഞു നോക്കി. ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾ. എന്നും വന്ന് ശിവനെ തൊഴാൻ പറ്റുന്നതുകൊണ്ട് ചേച്ചിയുടെ മുഖത്ത് ഒരു പ്രത്യേക ചൈതന്യമുണ്ട്. വല്ലപ്പോഴും രമേഷിൻ്റെ ദയ കൊണ്ടാണ് അവൻ എന്നെ അമ്പലത്തിൽ കൊണ്ടുവരുന്നത്. സുലോചന വന്നപ്പോൾ നിർമ്മല പറഞ്ഞു. സുലോചന ചുണ്ടുകളിൽ ഒരു ചിരി വരുത്തി. എന്നെ നടയിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് അവൻ ഏതാണ്ട് സാധനം മേടിക്കാൻ പോയി. അവൻ വരുമ്പോഴേക്ക് എനിക്ക് തൊഴുതിട്ട് നിൽക്കണം. ഞാൻ പോയിട്ട് വരാം ചേച്ചി. നിർമ്മല തിടുക്കത്തിൽ അമ്പലത്തിലേക്ക് കയറിപ്പോയി. രാമദാസിനെ സുലോചന കടുപ്പിച്ചൊന്ന് നോക്കി. ശൃംഗരിക്കാൻ കണ്ട സ്ഥലം കൊള്ളാം. എത്ര പേർ കണ്ടിട്ട് പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? സുരു, ഞാൻ അങ്ങനെയൊന്നും മതി, വാ ഇങ്ങോട്ട്. ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് സുലോചന വേഗം നടന്നു. രാമദാസ് പിന്നാലെ ചെന്നു. പുനലൂരിൽ പുതിയ ഫ്ലാറ്റുകളുടെ പണി തുടങ്ങിയത് കാരണം ആദർശ് അവിടെയായിരുന്നു. അത്താഴം കഴിക്കുന്നതിനിടയിൽ സ്വാതിയുടെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചു. നമുക്കതൊന്ന് ആലോചിച്ചാലോ അച്ഛാ? കൊല്ലത്തെ അവരുടെ കോച്ചിങ് സെൻറ്ററിൻ്റെ നമ്പറുണ്ടല്ലോ. നാളെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് മേടിക്കാം. വിളിച്ചു നോക്ക്. അഡ്രസ്സ് കിട്ടിയാൽ നമുക്കൊന്ന് അന്വേഷിക്കാം. ഞാൻ കായംകുളം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വാസുദേവനായിരുന്നു റൈറ്റർ. ആ ഭാഗത്തെവിടെയാണ് അയാളുടെ വീട്. അയാളെ കൊണ്ട് ഒന്ന് അന്വേഷിപ്പിക്കാം, രാമദാസ് പറഞ്ഞു. സുലോചന ഒന്നും മിണ്ടിയില്ല. ജയപ്രസാദും രേണുകയും ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ആരെക്കൊണ്ട് ഒന്നും അന്വേഷിപ്പിക്കേണ്ട, പെട്ടെന്ന് സുലോചന പറഞ്ഞു. അതെന്താ? SI രാമദാസിൻ്റെ മോന് വേണ്ടിയാണെന്ന് അറിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് അവന് ഒരു പെണ്ണിനെയും കിട്ടിയെന്ന് വരത്തില്ല. സുലോചനയുടെ നോട്ടം നേരിടാനാവാതെ രാമദാസ് മുഖം തിരിച്ചു. വലിയ ഒരു നോട്ട് ബുക്കിൽ ജോത്സ്യൻ രാധാകൃഷ്ണ വാര്യർ ശ്രദ്ധാപൂർവ്വം രാശിചക്രം വരച്ചു. അതിനുശേഷം ശ്യാംകുമാറിൻ്റെ ജനനസമയം കഴിച്ച് ഓരോ കള്ളിയിലും ഗ്രഹങ്ങളുടെ പേരുകൾ എഴുതി. വാര്യരുടെ മുറിയിൽ കൊളുത്തു വെച്ചിരുന്ന ചെറിയ നിലവിളക്കിൻ്റെ നാളത്തിൽ നോക്കി ഗോപാലകൃഷ്ണൻ ക്ഷമയോടെ ഇരുന്നു. ഒടുവിൽ വാര്യർ ഗ്രഹനിലയിൽ നിന്ന് കണ്ണുകളുയർത്തി ഗോപാലകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. സാർ, ഇപ്പോഴെങ്കിലും വന്ന് നന്നായി. ഇനി 48 ദിവസമുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ അതിനുള്ളിൽ വിവാഹം നടത്താൻ പറ്റും. മനസ്സിലായില്ല വാര്യരെ? ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 48 ദിവസം കഴിഞ്ഞാൽ ശനിയുടെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹയോഗം 35 വയസ്സ് കഴിഞ്ഞിട്ടേ കാണുന്നുള്ളൂ. ഗോപാലകൃഷ്ണൻ ഒന്ന് ഞെട്ടി. അതായത് ഇനി 9 വർഷം കഴിഞ്ഞ്? അതെ, വാര്യർ തലകുലുക്കി. 2 മാസം പോലുമില്ലല്ലോ വാര്യരെ. അതിനുള്ളിൽ? ഗോപാലകൃഷ്ണൻ വിഷമതയോടെ വാര്യരെ നോക്കി. ഇപ്പോൾ വളരെ അനുകൂലമായ സമയമാണ്. ഇന്ന് തന്നെ പത്രത്തിൽ ഒരു പരസ്യം എഴുതി കൊടുത്താട്ടെ. അടുത്ത ഞായറാഴ്ച അത് അച്ചടിച്ചു വരും. 2 ആഴ്ചക്കകം നമുക്ക് പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ പറ്റും. അതെയോ? കുറേ പ്രതികരണങ്ങൾ കിട്ടും. അതിങ്ങ് കൊണ്ടുവന്നാട്ടെ. പൊരുത്തമുള്ള 7 8 ഞാൻ നോക്കിത്തരാം. അതിലൊന്നും നടക്കും. എങ്കിൽ സാരമില്ല വാര്യരെ. ശ്യാമിൻ്റെ നക്ഷത്രമായി പൊരുത്തമില്ലാത്തത് നമുക്ക് കണ്ണടച്ച് ഒഴിവാക്കാമല്ലോ, അല്ലേ? അതെ, ചേർച്ചയുള്ള നക്ഷത്രങ്ങൾ ഏതാണ്ട് 16ഓളമേ കാണൂ.
അത് ഞാൻ എഴുതി തരാം. അതിൽ പെടാത്തതൊക്കെ തള്ളിക്കളഞ്ഞേക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ എത്ര മികച്ചതാണെങ്കിലും. ഒരു കടലാസ് ചീന്തിയെടുത്ത് അതിൽ ശ്യാംകുമാറിൻ്റെ ഗ്രഹനില ഭംഗിയായി വരച്ച് ചുവട്ടിൽ ജനനത്തീയതിയും സമയവും നക്ഷത്രവും എഴുതി വെച്ചു. മറ്റൊരു കടലാസിൽ ഒഴിവാക്കേണ്ടുന്ന നക്ഷത്രങ്ങളുടെ പേരുകളും എഴുതി. ദക്ഷിണവടുത്ത് ഗോപാലകൃഷ്ണൻ അത് രണ്ടും വാങ്ങി. സാർ വിഷമിക്കേണ്ട, 45 ദിവസത്തിനകം മോൻ്റെ വിവാഹം നടക്കും. അത് കേട്ടാൽ മതി വാര്യരെ. യാത്ര പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വീട്ടിലേക്ക് മടങ്ങി. വാര്യരുടെ ഉറപ്പ് കുറച്ച് സമാധാനിപ്പിച്ചെങ്കിലും ചെറിയ ആശങ്ക അയാളുടെ മനസ്സിൽ ബാക്കി നിന്നു. വെറും 48 ദിവസം കൊണ്ട്. വാര്യർ എന്തു പറഞ്ഞു? വീട്ടിലെത്തിയപ്പോൾ സൗമിനി ടീച്ചർ ചോദിച്ചു. ഇപ്പോഴെങ്കിലും ചെന്നത് നന്നായി ടീച്ചറെ. ഉടൻ കല്യാണം നടത്തണം. വാര്യർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗോപാലകൃഷ്ണൻ അവരെ അറിയിച്ചു. മോളെ പല്ലവി, ടീച്ചർ നീട്ടി വിളിച്ചു. എന്താ അമ്മേ? അവൾ വിളിക്കേട്ടു. ശ്യാം കൊണ്ടുവന്ന് തന്ന ആ കടലാസിങ് എടുത്തോണ്ട് വന്നേ. പല്ലവി ഒരു കടലാസുമായി വന്നു. ടീച്ചർ അത് വാങ്ങി നോക്കി. ചേർച്ചയുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ അവിട്ടം ഉണ്ടോയെന്ന് നോക്കിക്കേ സാറേ. ഗോപാലകൃഷ്ണൻ ലിസ്റ്റ് നോക്കി. അവിട്ടമില്ല, അയാൾ പറഞ്ഞു. പെട്ടെന്ന് സൗമ്യ ടീച്ചറിൻ്റെ മുഖം വാടി. ആരുടെ നക്ഷത്രമായത്? സൗമ്യ ടീച്ചറിൻ്റെ മുഖത്ത് തെളിഞ്ഞ നിരാശഭാവം കണ്ട് ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ശ്യാം കൊണ്ടുവന്നതാ. കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിയാ, സൗമിനി പറഞ്ഞു. അവനിതെങ്ങനെ കിട്ടി? അവന് പരിചയമുണ്ടെന്ന് ഈ കുട്ടിയെ. കൂട്ടുകാരെ ആരെയോ കണ്ട് മേടിപ്പിച്ചതാ. കണ്ടിഷ്ടപ്പെട്ട അവൻ. വാര്യർ തന്ന ലിസ്റ്റിൽ ഈ നക്ഷത്രമില്ലല്ലോ. അതാ ഞാനും. അവൻ ഈ കുട്ടിയെ വെറും പരിചയം മാത്രമല്ലേ ഉള്ളൂ, അതോ? അവൻ കോഴ്സ് കഴിഞ്ഞ് പോരാറായപ്പോഴാണ് ആ കുട്ടി അവിടെ അഡ്മിഷൻ എടുത്ത് വന്നെന്നാണ് ശ്യാം പറഞ്ഞത്. നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണെന്ന്. കായംകുളത്തിനെ വീട്. അച്ഛന് ബിസിനസ്സാണ്. ഒരു അനിയൻ കൊച്ചനുള്ളത് +2 മറ്റോ പഠിക്കുകയാണ്. ഇത്രയുമൊക്കെ അവനറിയാമെങ്കിൽ അത് വെറും പരിചയമായിരിക്കത്തില്ല, ഗോപാലകൃഷ്ണൻ സംശയിച്ചു. അതെനിക്കറിയത്തില്ല. അവൻ എന്നോടൊന്നും വിട്ടു പറഞ്ഞതുമില്ല. പക്ഷേ അത് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഈ മാസം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. എന്തായാലും ജോലിയുള്ള പെണ്ണിനെ മതി അവന്. പക്ഷേ ജാതകത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ടീച്ചറെ. പൊരുത്തമില്ലാത്ത കല്യാണം ഞാൻ നടത്തുകയില്ല. ഗോപാലകൃഷ്ണൻ അകത്തേക്ക് ചെന്നു സ്കൂളിലേക്ക് പോകാൻ ഒരുക്കം തുടങ്ങി. അന്നുച്ചയ്ക്ക് ടീച്ചേഴ്സ് റൂമിലിരിക്കുമ്പോൾ സൗമിനിക്ക് ശ്യാംകുമാറിൻ്റെ വിളി വന്നു. ടീച്ചർ ആ വിളി പേടിച്ചിരിക്കുകയായിരുന്നു. എന്താ മോനെ? മൊബൈലുമായി ടീച്ചർ വരാന്തയിലേക്ക് ഇറങ്ങി നിന്നു. വേറെ ടീച്ചർമാരുണ്ട്, അവർ ഒന്നും കേൾക്കണ്ട. വാര്യരെ കാണാൻ അച്ഛനിന്ന് രാവിലെ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പോയോ? പോയി മോനെ. സ്വാതിയുടെ പൊരുത്തം നോക്കിയോ? ആ കുട്ടിയുടെ ഗ്രഹനില കൊണ്ടുപോയില്ല. പക്ഷേ ചേർച്ചയുള്ള നാളുകൾ വാര്യർ എഴുതി കൊടുത്തു. ആ കൂട്ടത്തിൽ ആ കുട്ടിയുടെ നാളില്ല. പെട്ടെന്ന് ശ്യാംകുമാർ നിശബ്ദനായി. പൊരുത്തമില്ലാത്ത ജാതകം പരിഗണിക്കുകയേ വേണ്ടെന്നാണത്രേ വാര്യർ പറഞ്ഞത്. എനിക്ക് ആ മണ്ടത്തരം പറ്റിയത്. എന്ത് മണ്ടത്തരം? പൊരുത്തമുള്ള ഒരു ജാതകം ഗണിച്ചുണ്ടാക്കിയിട്ട് അതാണ് സാധ്യതയെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നു. നീ വേണ്ടാത്തതൊന്നും പറയാതെ മോനെ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. വേറൊരു ജോത്സ്യനെ കൂടി അത് കാണിക്കാൻ പറ. ഓരോരുത്തരും അവരവരുടെ യുക്തി വെച്ചാണ് പൊരുത്തം നോക്കുന്നത്. ഇവിടെ എൻ്റെ ബാങ്കിലുള്ള ഒരു പെണ്ണിൻ്റെ കല്യാണം അങ്ങനെ നടന്നേ. ഒരാൾ പറഞ്ഞു പൊരുത്തമില്ലെന്ന്, വേറൊരാൾ പറഞ്ഞു ഒന്നാന്തര പൊരുത്തമാണെന്ന്. അച്ഛൻ അതിനൊന്നും സമ്മതിക്കത്തില്ല മോനെ. എന്നാൽ ഞാൻ കല്യാണം കഴിക്കുന്നുമില്ല. ശ്യാം പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. വിഷ്ണയായി സൗമിനി അല്പനേരം അവിടെ തന്നെ നിന്നു. 48 ദിവസത്തിനകം കല്യാണം നടത്തണമെന്നാണ് വാര്യർ പറഞ്ഞത്. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ 35 വയസ്സാകാതെ. എൻ്റെ ആറന്മുളയപ്പാ. സൗമിനി തിരിച്ച് സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ വത്സല ടീച്ചർ അവരുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു. 4-5 വയസ്സ് കൂടുതലുണ്ടെങ്കിലും വത്സല ടീച്ചറും സൗമിനി ടീച്ചറും വലിയ കൂട്ടാണ്. വീട്ടുകാര്യങ്ങൾ പലപ്പോഴും അവർ സംസാരിക്കാറുണ്ട്, വിഷമങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്. എന്താ സൗമിനി? അടുത്തു വന്നിരുന്നപ്പോൾ വത്സല ടീച്ചർ തിരക്കി. ഒന്നുമില്ല ടീച്ചറെ. ആരെ വിളിച്ചേ? ശ്യാമായിരുന്നു. അപ്പോൾ കൂടുതലൊന്നും വത്സല ടീച്ചർ ചോദിച്ചില്ല. പക്ഷേ വൈകുന്നേരം സ്കൂൾ വിട്ട് ഒന്നിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ടീച്ചറിന് അത് ഓർമ്മ വന്നു. ഉച്ചയ്ക്ക് ശ്യാം വിളിച്ചിട്ട് എന്തുവാ സൗമിനി പറഞ്ഞത്? അവനൊരു കുട്ടിയെ ഇഷ്ടമാണ് ടീച്ചറെ. അതിൻ്റെ ജാതകം നോക്കിയപ്പോൾ പൊരുത്തമില്ല. അതറിഞ്ഞപ്പോൾ അവന് വലിയ വിഷമമായി. അവന് വേറെ കല്യാണം വേണ്ടാന്ന്. അത്രയേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കാര്യം അറിയാമല്ലോ. അന്ധവിശ്വാസം ഇത്തിരി കൂടുതലാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട. എൻ്റെ സൗമിനി, ഈ ജാതക പൊരുത്തമെന്ന് പറയുന്നതൊക്കെ ശുദ്ധ തട്ടിപ്പാ. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് പൊരുത്തം നോക്കിക്കാൻ അച്ഛനൊരു ജോത്സ്യനെ കാണാൻ പോയി. പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും ഈ കല്യാണം നടത്താൻ പാടില്ല. നടന്നാൽ എന്നും വഴക്കും തമ്മിലടിയുമായിരിക്കും. മോൾക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ലെന്നും. സൗമിനി ടീച്ചർ കൗതുകത്തോടെ വത്സല ടീച്ചറെ നോക്കി. എനിക്ക് ആ മനുഷ്യനെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് എന്നെയും. ഇത് തന്നെ മതിയെന്ന് ഞങ്ങൾ രണ്ടുപേരും വാശി പിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നേ. എന്നിട്ട് വഴക്കൊക്കെ ഉണ്ടായിരുന്നോ? വഴക്കമുണ്ടായിരുന്നു, തമ്മിലടിയും ഉണ്ടായിരുന്നു. വല്ലപ്പോഴും മാത്രം. തമ്മിൽ പിണങ്ങാത്ത ഏതെങ്കിലും ഭാര്യയോ ഭർത്താവോ ഈ ഭൂമുഖത്ത് കാണുമോ സൗമിനി? ഇല്ല ടീച്ചറെ. സൗമിനി ടീച്ചർ തലകുലുക്കി സമ്മതിച്ചു. മനപ്പൊരുത്തമാ പ്രധാനം. രണ്ടു പേർക്കും തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനപ്പൊരുത്തമുണ്ടെന്നാ. അതുകൊണ്ട് വേറൊന്നും നോക്കണ്ടെന്നാ എൻ്റെ അഭിപ്രായം, വത്സല ടീച്ചർ പറഞ്ഞു. അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒന്നും വില പോകത്തില്ല. പുന്നേക്കാട്ട് ബാലകൃഷ്ണ പണിക്കർ എന്നൊരു ജോത്സ്യനുണ്ട്. ഇത്തിരി മയമുള്ള പ്രകൃതമാ പണിക്കരുടേതെന്ന് കേട്ടിട്ടുണ്ട്. സൗമിനി അയാൾ ചെന്നൊന്ന് കണ്ടു നോക്ക്. വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ അയാൾ പൊരുത്തം കണ്ടുപിടിച്ച് എഴുതി തരും. അത് കേട്ടപ്പോൾ സൗമിനി ടീച്ചറിൻ്റെ മനസ്സിലൊരു പുതിയ പ്രതീക്ഷ മുട്ടിട്ടു. എവിടെ പുള്ളി താമസിക്കുന്നത്? ബസ്സിറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചാൽ മതി, കൊണ്ടുവിടും. ശരി ടീച്ചറെ.
പിറ്റേന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ സൗമിനി ടീച്ചർ നേരെ പുന്നക്കാട്ട് പോയി. ചെന്നിട്ട് 10 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു പണിക്കരെ കാണാൻ. താടിയും മുടിയും വളർത്തിയ ജൂപധാരിയായിരുന്നു മധ്യവയസ്കനായ ബാലകൃഷ്ണ പണിക്കർ. ഇരുന്നാട്ടെ ടീച്ചറെ, എന്നെ പരിചയമുണ്ടോ? ആശ്ചര്യത്തോടെ സൗമിനി ചോദിച്ചു. എനിക്കറിയാം, എൻ്റെ ഇളയ മകൾ അശ്വതി ആ സ്കൂളിലാണ് പഠിച്ചത്. സന്തോഷം. ഞാനിപ്പോൾ വന്നത്. ബാഗിൽ നിന്ന് 2 കടലാസുകൾ എടുത്ത് പണിക്കരുടെ മുമ്പിൽ സൗമിനി വെച്ചു. ഇത് എൻ്റെ മോൻ്റെ ജാതകമാണ്. മറ്റേത് ഒരു പെൺകുട്ടിയുടേതും. വിവാഹപൊരുത്തം നോക്കാനാണ് അല്ലേ? അതെ. പണിക്കർ റൈറ്റിംഗ് പാഡ് എടുത്ത് 2 ജാതകങ്ങളുടെയും ഗ്രഹനില വരച്ചുണ്ടാക്കി. ഏതൊക്കെയോ തടിച്ച പുസ്തകങ്ങൾ തുറന്ന് എന്തൊക്കെയോ പരിശോധിച്ചു. ഉയരുന്ന ഹൃദയമിടിപ്പോടെ സൗമിനി കാത്തിരുന്നു. പണിക്കർ ഈ ജാതകങ്ങൾ തള്ളിക്കളയുകയില്ലെന്ന് അവളുടെ മനസ്സ് ആശിച്ചു. ഒടുവിൽ പണിക്കർ തലയുയർത്തി നോക്കി. ഇത് വേണമെന്ന് നിർബന്ധമുണ്ടോ ടീച്ചറെ? ചോദ്യം കേട്ടപ്പോൾ തന്നെ ടീച്ചറിൻ്റെ മനസ്സിടിഞ്ഞു. അതെന്താ? ആകെ 10 പൊരുത്തങ്ങളാണല്ലോ ഉള്ളത്. കഷ്ടിച്ച് 3.5 പൊരുത്തമേ ഉള്ളൂ. അതല്ല പ്രശ്നം. രവിയും ചൊവ്വയും 7-ൽ ശനി ദൃഷ്ടിയോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ വന്നാൽ വധു യൗവനത്തിൽ തന്നെ വിധവയാകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. സൗമിനി ഞെട്ടിപ്പോയി. പെൺകുട്ടി യൗവനത്തിൽ തന്നെ വിധവയായിത്തീരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്യാമിൻ്റെ ജീവൻ. അയ്യോ വേണ്ട പണിക്കരെ, വേണ്ട. ഭാരം കൂടിയ മനസ്സുമായിട്ടാണ് സൗമിനി വീട്ടിലേക്ക് മടങ്ങിയത്. പണിക്കരുടെ വാക്കുകളെ അവഗണിച്ച് ആ കല്യാണം നടത്താൻ പറ്റില്ല. പിന്നെ മനസ്സമാധാനം എന്നത് ഉണ്ടാവുകയില്ല. ശ്യാമിനെ എങ്ങനെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നതായിരുന്നു സൗമിനിയുടെ ആദി. നഷ്ടപ്പെടുത്താനാണെങ്കിൽ സമയമില്ല. അവൻ ഇടഞ്ഞു നിന്നാൽ. സൗമിനി വീട്ടിലെത്തിയപ്പോൾ ഗോപാലകൃഷ്ണൻ സാർ വന്നിട്ടില്ല. ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് എന്നും വൈകിയേ വരൂ. പിറ്റേന്ന് രാവിലെ ഗോപാലകൃഷ്ണൻ കുളി കഴിഞ്ഞു പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കത്തിച്ച് തൊഴുതിട്ട് വന്നു. ഒരു പഴയ ഡയറി എടുത്ത് എന്തോ എഴുതാനിരിക്കുന്നത് സൗമിനി കണ്ടു. പക്ഷേ അടുക്കള ജോലിയിൽ വ്യാപൃതയായതിനാൽ എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സൗമിനിയെ വിളിച്ചു. എന്താ സാറേ? ടീച്ചർ വന്നു. ശ്യാമിന് വേണ്ടി ഞാനൊരു വിവാഹ പരസ്യം എഴുതി. അതൊന്ന് വായിച്ചു കേൾപ്പിക്കാനാ. വല്ല മാറ്റവും വരുത്തണമെങ്കിൽ പറയണം. നായർ, ഭരണി, 26 വയസ്സ്, 5 അടി 10 ഇഞ്ച് ഉയരം, ബിടെക്, പത്തനംതിട്ട ജില്ലയിലെ അധ്യാപകരായ മാതാപിതാക്കളുടെ മകൻ. പൊതുമേഖലാ ബാങ്കിൽ ഓഫീസറായ സുമുഖനായ യുവാവിനു വേണ്ടി സർക്കാർ ജോലിയോ ബാങ്ക് ഉദ്യോഗസ്ഥമോ ഉള്ള സുന്ദരിയും വിദ്യാസമ്പന്നയുമായ പെൺകുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ആലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു. മതിയോ? മതി, സൗമിനി പറഞ്ഞു. നമ്മുടെ 2 പേരുടെയും മൊബൈൽ നമ്പറും ലാൻഡ് ഫോൺ നമ്പറും കൊടുക്കാം. പെട്ടെന്ന് പ്രതികരണം കിട്ടും. പോസ്റ്റ് ബോക്സ് നമ്പർ വെച്ചാൽ കത്തെഴുതി പോസ്റ്റ് ചെയ്യാനൊന്നും ആരും ഇപ്പം മെനക്കെടുത്തില്ല. അത് നേരാ. 2 പത്രങ്ങളിൽ കൊടുക്കാം. ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുക്കണമെന്ന് അവനോട് ചോദിക്കേ. തൽക്കാലം ശ്യാം ഒന്നും അറിയണ്ട സാറേ. ഇന്ന് തന്നെ പരസ്യം ഏൽപ്പിച്ചേക്ക്. സൗമിനി ഒന്ന് നെടുവീർപ്പിട്ടു. വിധിച്ചതേ നടക്കൂ. കഥ തുടരും.